മിനിസ്റ്റർ, ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ എന്തെങ്കിലും മറുപടി ഉണ്ടോ? മറുപടി സാർ, കുറെ ചോദ്യങ്ങളിൽ മറുപടി ചോദിക്കുന്നുണ്ട് സാർ. എന്തെങ്കിലും ഒരു മറുപടി ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി. തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മൗനം തുടരുകയാണ്. ഇന്ന് MP ഓഫീസിൽ അടക്കം എത്തിയെങ്കിലും ചെയ്ത സഹായത്തിന് നന്ദി എന്ന പരിഹാസത്തിൽ ഒളിച്ചു തൃശൂർ MP. BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും മുൻ പ്രസിഡന്റ് K സുരേന്ദ്രനും ഇന്ന് സുരേഷ് ഗോപിയെ പ്രതിരോധിച്ച് രംഗത്തെത്തി. വയനാട്ടിലും റായ്ബറേലിയിലും അടക്കം വ്യാജ വോട്ട് ചേർത്തിട്ടുണ്ടെന്നും ഇന്ത്യൻ പൗരത്വം കിട്ടും മുമ്പ് വോട്ടറായ ആളാണ് സോണിയാഗാന്ധി എന്നുമാണ് ദേശീയ തലത്തിലെ BJPയുടെ തിരിച്ചടി. സൂപ്പർ പ്രൈം ടൈം ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എന്നോടൊപ്പം ശ്രീ VP ശ്രീപത്മനാഭൻ BJP, ശ്രീ രാജു P നായർ കോൺഗ്രസ്, ശ്രീ V വസീഫ് CPM എന്നിവർ. ആദ്യം ശ്രീപത്മനാഭൻ, സുരേഷ് ഗോപി ഒരു ജനപ്രതിനിധിയാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത ആളാണ്, അങ്ങനെ മന്ത്രിയായ ആളാണ്. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങളോട് അക്കൗണ്ടബിളും ആൻസറബിളുമാണല്ലോ. അദ്ദേഹം ഒരു ചോദ്യത്തെ ഇത്ര ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു ചോദ്യത്തിനും ഞാൻ ഉത്തരം പറയേണ്ടതല്ല എന്ന ഒരു തമ്പുരാൻ മനോഭാവം ഉള്ളതുകൊണ്ടാണോ? അവജ്ഞയോടെ തള്ളിക്കളഞ്ഞതാ. കാരണം അത്രയും കാലമായിട്ട് ഒരു കേസ് പോലും കൊടുക്കാൻ സാധിച്ചില്ലല്ലോ. ജനങ്ങളോടാണോ അവജ്ഞ? വലിയ തെളിവുണ്ട്, ആനയുണ്ട്, തേങ്ങയുണ്ട് എന്നാണല്ലോ പറയുന്നത്. അല്ല, എതിരാളികളോട്. നിങ്ങളും ആ കൂട്ടത്തിൽ പെട്ടതാണല്ലോ. നിങ്ങളിപ്പോൾ കോൺഗ്രസിന് വേണ്ടി കഷ്ടപ്പെടുകയാണല്ലോ. ഒരു കാര്യമില്ല അഭിലാഷ് മോഹൻ, ഒരു കാര്യമില്ല. തെളിവുണ്ടെങ്കിൽ കോടതിയിൽ പോകണം. അല്ല, അതിപ്പോ വെറുതെ ശബ്ദ മലിനീകരണം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അല്ല, ശബ്ദ മലിനീകരണത്തിന്റെ പ്രശ്നമല്ല ഇവിടെ. ഇപ്പൊ അമ്പയർ തന്നെ ഒരു ടീമിൽ കളിക്കുമ്പോ പിന്നെ എത്ര പ്രശ്നം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങയോട് യോജിക്കുകയാണ്. കാരണം ഇതിന്റെ അമ്പയർ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങളുടെ ടീമിൽ കളിക്കുകയല്ലേ. അപ്പൊ പിന്നെ ശബ്ദം ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അങ്ങയോട് വലിയ എതിരഭിപ്രായമില്ല. കോടതി പോകണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ലല്ലോ. ഞാൻ ഉപയോഗിക്കാത്ത വാക്ക് ഉപയോഗിക്കരുത്. കോടതി പോകണം. കോടതിയാണ് കോടതിയിൽ പോകണം. ഞാനതല്ലേ പറഞ്ഞത്, കോടതിയിൽ പോകണം. അതെ, ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് വേറെ ചോദ്യങ്ങളൊന്നും ചോദിക്കാനുള്ള അവകാശമില്ല. എല്ലാം കോടതിയിൽ പോയി തീരുമാനിച്ചോളാം. കച്ചേരി പറയുന്നതനുസരിച്ചാണ് ബാക്കി കാര്യങ്ങൾ. ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞോളാം. ഞങ്ങളെ സംഘടനാ സംവിധാനം വെച്ച് പറഞ്ഞോളാം. സംഘടനാ സംവിധാനം വെച്ചാണല്ലോ ഇത്രയും വോട്ടൊക്കെ ചേർത്തത്. നിങ്ങൾ ഉപദ്രവിച്ചോളൂ. അതെ, ഞങ്ങളെ മിടുക്കാണ്. സുരേന്ദ്രൻ പറഞ്ഞില്ലേ, ഇനിയും ചേർക്കും. 29-നും ചേർക്കും, 34-നും ചേർക്കും. ഇതപ്പൊ ചേർത്തോണ്ടിരിക്കുക. 12-ാം തീയതി ചേർത്തിട്ടുണ്ട്. തദ്ദേശ ചേർക്കുന്ന രീതി എന്ന് പറയുമ്പോ എന്റെ മൊബൈൽ നിക്കട്ടെ എന്റെ മൊബൈലുണ്ട് 25-30. ശ്രീപത്മനാഭൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏത് മണ്ഡലത്തിലായിരിക്കും വോട്ട് ചെയ്യുക? തൃശ്ശൂരിലായിരിക്കോ? ഞാൻ പറയട്ടെ, നിക്കട്ടെ സൗകര്യമുള്ളടത്ത്. എനിക്ക് സൗകര്യമുള്ളടത്ത്. അതെ, സൗകര്യമുള്ളത് പോലെയാണ് ഇതുവരെ എല്ലാ നേതാക്കളും വോട്ട് ചെയ്തിരിക്കുന്നത്. അതന്നെയാണ് കാണിക്കുന്നത്. അവിടെ ചെയ്യും. അതെ, അങ്ങനെ ചെയ്യുന്നു. അതാണ് ഈ രാജ്യത്തിന്റെ അവസ്ഥ. തോന്നുന്നത് മാതിരി ചെയ്യാം. അംഗമായി മൻമോഹൻ സിംഗ് അസമിൽ നിന്ന് രാജ്യസഭാ അംഗമല്ലേ ആയത്? രാജ്യത്തിന്റെ അവസ്ഥ. അയ്യോ, മൻമോഹൻ സിംഗ് രാജ്യസഭാ അംഗമല്ലേ ആയത്? അയ്യോ, രാജ്യത്തിന്റെ അവസ്ഥ. അത് നിയമപ്രകാര ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റിയില്ലല്ലോ. ആസാമിൽ രാജ്യസഭാ അംഗമായി ചോദ്യം ചെയ്യാൻ പറ്റിയോ? അത് നിയമമാണ്. ചോദ്യം ചെയ്യൂ, കോടതിയിൽ പോകൂ. വി മുരളീധരൻ മഹാരാഷ്ട്രയിൽ നിന്നല്ലേ രാജ്യസഭാ അംഗമായത്? മിടുക്കം. അതെ, നിയമമാണ്. മൻമോഹൻ സിംഗ് ആസാമിൽ നിന്നായതും നിയമമാണ്. ചോദ്യം ചെയ്യൂ. അതെന്തിനാണ് ചോദ്യം ചെയ്യുന്നത്? പിടിച്ച് അപേക്ഷിക്കുകയാണ് കോൺഗ്രസുകാരെ, കമ്മ്യൂണിസ്റ്റുകാരെ. അല്ല, അതെന്തിനാണ് ചോദ്യം ചെയ്യുന്നത്? താണു വണങ്ങി അപേക്ഷിക്കുകയാണ് കോൺഗ്രസുകാരോട്. ബുദ്ധിമുട്ട്. നിങ്ങൾ സ്ഥാനാർത്ഥിയായിരുന്നോ തൃശ്ശൂര്? മൻമോഹൻ സിംഗോ വി മുരളീധരനോ രാജ്യസഭാ അംഗമായതിൽ ഇവിടെ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞോട്ടെ. ശരി, ഇതിപ്പോ തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ചവർക്ക് മാത്രമേ ഇക്കാര്യത്തിൽ ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. പറയാണല്ലോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറയട്ടെ. ഇങ്ങനെ എന്തൊരു ബുദ്ധിമുട്ടാ അയ്യോ അഭിലാഷ, ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. ആർക്കാണ് ടെൻഷൻ ഉള്ളത് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും കേട്ടോ.
അയ്യോ ഒരു മന്ത്രിയോട് അയ്യോ, 31 സെക്കൻഡിൽ 7 ചോദ്യം ചോദിക്കുന്നു. അദ്ദേഹം ഇങ്ങനെ കരിങ്കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ ഇരിക്കുകയാണ്. അപ്പൊ ആർക്കാണ് ടെൻഷൻ എന്നുള്ളതൊക്കെ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും. അയ്യോ, തെരഞ്ഞെടുപ്പ് നടത്തിയത് സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാ. ഞങ്ങൾ ഉത്തരം പറയും. തെരഞ്ഞെടുപ്പ് നടത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ? കേസ് കൊടു, ചൊണയുടെ കേസ് കൊടു, കോടതിയിൽ നിന്ന് കാണാം. ഓ ആ കൊടുക്ക്, കേസ് കൊടുക്ക്, കേരള ഹൈക്കോടതി കേസ് കൊടുക്ക്. കേസൊക്കെ മത്സരിച്ച ആളുകൾ അവരുടെ ഏജന്റുമാരും കൊടുക്കുന്നുണ്ടാവും. കേസ് കൊടു, കേസ് കൊടു. അല്ല കേസൊക്കെ അവര് കൊടുക്കുന്നുണ്ടാവും. ഇപ്പൊ ഞാനല്ലല്ലോ കേസ് കൊടുക്കേണ്ടത്. അല്ല 1.25 വർഷമായി ഇപ്പോഴാണല്ലോ ഓരോരോ കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. അഭിലാഷ് അവർക്ക് വേണ്ടി തൊണ്ടയിലെ വെള്ളം വറ്റിക്കണ്ട, ഒരു കാര്യമില്ല. അല്ല ഒരു കാര്യമില്ല എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ യോജിച്ചു. കാരണം അമ്പയർ ഒരു ടീമിൽ കളിക്കുന്ന മത്സരത്തിൽ പിന്നെ നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ അങ്ങോട്ട് യോജിച്ചു. അവിടെ വിഷയമില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല അങ്ങാണ് പറയുന്നത്. പറഞ്ഞോട്ടെ. ഞാൻ പറയുന്നത് ഞങ്ങൾ എന്തൊരു കഷ്ടമാണിത്, എന്തൊരു കഷ്ടമാണ്. ഞാൻ പറയുന്നത് നിയമവിരുദ്ധമായി BJP പെരുമാറിയിട്ടുണ്ടെങ്കിൽ സമീപിക്കൂ കേരള ഹൈക്കോടതിയെ. 40 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. അതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ 1.25 കൊല്ലായി. ഇനിയിപ്പൊ തെളിവൊക്കെ കിട്ടിയല്ലോ. കിൻഡൽ കണക്കിന് തെളിവുണ്ടല്ലോ, കിൻഡൽ കണക്കിന് തെളിവ്. നാളെ തന്നെ പോണം. മിടുക്കന്മാരായ വക്കീലുമാർ കേരള ഹൈക്കോടതിയിലുണ്ട്, സമീപിക്കുക കേട്ടോ. ഇനി അതല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് വലിയ വക്കീൽമാരെ അത്രയും കോൺഫിഡൻസ് ആണ്. ഏത് കോടതിയിൽ പോയാലും ഒരു കാര്യവും നടക്കില്ല എന്നുള്ള കാര്യത്തിൽ സുപ്രീം കോൺഫിഡൻസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അല്ലേ? ഞങ്ങൾ സത്യസന്ധമായി നിയമപ്രകാരമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. അതെങ്ങനെയാണ് പ്രകാരം പ്രവർത്തിച്ച ഇല്ലാത്ത അഡ്രസ്സിൽ വോട്ട് ചേർക്കുന്നതാണോ നിയമപ്രകാരം പ്രവർത്തിക്കൽ? അതൊക്കെ കോടതി തെളിയിച്ചോളാം. അതൊക്കെ ഹൈക്കോടതി. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ലാത്ത അഡ്രസ്സിൽ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ എസ് അജയകുമാർ ഏത് അഡ്രസ്സിലാണ് വോട്ട് ചേർത്തത്? അതേ താമസിച്ച അഡ്രസ്സിലാണോ? അല്ലല്ലോ. ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ആലത്തൂർ മണ്ഡലത്തിലെ BJPയുടെ നിരവധി പ്രവർത്തകർ കേസ് വരട്ടെ. അല്ല ശ്രീപത്മനാഭൻ തൃശ്ശൂരിൽ അടഞ്ഞു കിടക്കുന്ന മിക്കവാറും ഫ്ളാറ്റുകളുടെ ഒക്കെ പേരിൽ വോട്ട് ചേർത്തിട്ടുണ്ട്. നിയമപരമാ? അഭിലാഷ് ജഡ്ജി ആവണ്ടാന്ന്. അല്ല അഭിലാഷ് ജഡ്ജി ആവണ്ട. കോടതിയിൽ നിന്ന് നിങ്ങൾ ജയിക്കുമെന്ന് എത്രയുള്ള കോൺഫിഡൻസ് എന്താന്ന് എനിക്കറിയില്ല. ഞാൻ ജഡ്ജി ഒന്നും ആവുന്നില്ല. ചോദ്യം ചോദിച്ചല്ലേ ഉള്ളൂ. തൃശ്ശൂർ നഗരത്തിൽ ഇനി ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് കേരള ഹൈക്കോടതി കേസ് കൊടു. അല്ല നാളെ ഇനി വേറൊരാൾക്ക് നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചേർക്കണമെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും ഫ്ലാറ്റ് ഒഴിഞ്ഞു കിടന്ന എല്ലാ ഫ്ലാറ്റിന്റെയും പേരിൽ വോട്ട് രേഖപ്പെടുത്തി വോട്ട് ചേർത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. കെ സുരേന്ദ്രൻ മോത്തോക്കി പറഞ്ഞില്ലേ, 29-നും ചേർക്കും, 34-നും ചേർക്കും, വോട്ട് ചെയ്യിപ്പിക്കും, ജയിക്കും. നമുക്ക് കാണാം. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഈ ഒരു മണ്ഡലം ജയിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഈ നാടിന്റെ നാനാഭാഗങ്ങളിലുമുള്ള BJPക്കാർ ഒറ്റ മണ്ഡലത്തിൽ അവിടെ വോട്ട് ചേർത്ത് അവിടെ വോട്ട് ചെയ്ത് ഒരാളെ ജയിപ്പിച്ചാൽ കഴിഞ്ഞു. അതൊരു രാഷ്ട്രീയ വിജയമായി കാണും. 5 29-ൽ 5 ഒന്നല്ല, 29-ൽ ഒന്നല്ല, 5 സുരേന്ദ്രൻ പറഞ്ഞില്ലേ. അല്ല അതിപ്പോ പിടിക്കും 29-ൽ. ഇപ്പൊ SIR-ൽ ബംഗാളിലും അതുപോലെ തന്നെ ബീഹാറിലും ഒക്കെ പുറത്താവുന്ന ആളുകൾക്ക് കേരളത്തിൽ വോട്ട് ചേർക്കാൻ കേട്ടിരുന്നു. അപ്പൊ ഇനി 5 പിടിക്കാൻ ഇനി നമ്മളെ ചേർപ്പിക്കുന്നത് ആരെയൊക്കെയാ? ചേർക്കുന്നത് ആരെയൊക്കെയാ? ബംഗാളികളെയും ബീഹാറികളെയും ഒക്കെ ആയിരിക്കും അല്ലേ? സുപ്രീം കോടതി സ്റ്റേ ചെയ്തോ? അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ ഇപ്പൊ പണിയെടുക്കാൻ അന്യ സംസ്ഥാന തൊഴിലാളികൾ വേണം. ഇനിയിപ്പോ വോട്ട് ചെയ്ത് നിങ്ങളെ ജയിപ്പിക്കാൻ അവർ വേണ്ടി വരും തോന്നുന്നു. സുപ്രീം കോടതി സ്റ്റേ ചെയ്തോ SIR ബീഹാറിലെ? എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം അതല്ല. SIR-ൽ പുറത്താക്കപ്പെടുന്ന ബീഹാറികളും ബംഗാളികളും ഒഡീഷക്കാരും അടുത്ത തവണ വോട്ട് ചെയ്ത് ജയിപ്പിക്കുമെന്ന കോൺഫിഡൻസിലാണോ ഈ 5-ന്റെയും 6-ന്റെയും കണക്ക് പറഞ്ഞത് എന്നാണ് ഞാൻ ചോദിച്ചത്. ചോദ്യം SIR ആണല്ലോ, അതുകൊണ്ട് ഉത്തര SIR. സുപ്രീം കോടതി സ്റ്റേ ചെയ്തോ ബീഹാർ SIR? എന്റെ ചോദ്യം അതല്ല. ചെയ്തോ? കപിൽ സിബളും മനു അഭിഷേക് സിംഗിയൊക്കെ കുറെ ദിവസമായല്ലോ വായിട്ടടിക്കുന്നു, നാവിട്ടടിക്കുന്നു. കിട്ടിയോ സ്റ്റേ? കിട്ടിയോ? ശ്രീപത്മനാഭൻ BJPയുടെ ഒരു വോട്ട് ശതമാനം അനുസരിച്ച് വിവിധ മണ്ഡലങ്ങളിലെ BJP പ്രവർത്തകരെ ഒരു മണ്ഡലത്തിൽ കൊണ്ടുപോയി വോട്ട് ചേർപ്പിച്ചാൽ ഒരു മണ്ഡലത്തിൽ ജയിക്കാം. ഓക്കെ, ഇപ്പൊ താങ്കൾ പറഞ്ഞ 5-6 മണ്ഡലത്തിൽ ജയിക്കും, 5-6 മണ്ഡലത്തിൽ ജയിക്കും എന്ന് പറഞ്ഞ കണക്ക് ഈ SIR-ൽ പെട്ട് പുറത്തു പോകുന്ന ബീഹാറികളെയും ഒഡീഷക്കാരെയും ബംഗാളികളെയും വോട്ട് ജയിച്ചിട്ടാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. പറ്റെങ്കിൽ തടയേ,
പറ്റെങ്കിൽ തടയ്. കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്സുകാർക്ക് ഐഡിയ പറഞ്ഞു കൊടുക്കുക. അഭിലാഷും ടീമും തടയാൻ നമ്മളാര്? ഈ രാജ്യത്തെ സംവിധാനങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ അല്ലേ? ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ ഐഡിയ പറഞ്ഞു കൊടുക്കാലോ. കേരളത്തിലെ ഏറ്റവും വലിയ കേഡർ പ്രസ്ഥാനം CPM ഇല്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ കേഡർ പ്രസ്ഥാനം CPM ഇല്ല. ഐഡിയ പറഞ്ഞു കൊടുക്ക അഭിലാഷേ, ഐഡിയ പറഞ്ഞു കൊടുക്ക്. കേഡർ പ്രസ്ഥാനങ്ങളല്ലല്ലോ, ഭരണഘടനാ സ്ഥാപനങ്ങളല്ലേ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ശ്രീപത്മനാഭൻ അങ്ങ് ഒരു അഡ്വക്കേറ്റ് അല്ലേ? കേഡർ പ്രസ്ഥാനങ്ങളാണോ? ഭരണഘടനാ സ്ഥാപനങ്ങളല്ലേ ഇതൊക്കെ നോക്കേണ്ടത്? ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. അഡ്ജുഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ കോടതിയിലേക്ക് പോകണം. ഭരണഘടനയും റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടും ഒക്കെ ഞങ്ങളും വായിച്ചിട്ടുണ്ട്. ഒരാൾക്ക് 2 ID കാർഡ് പറ്റില്ലല്ലോ. സുരേഷ് ഗോപിയുടെ ബ്രദറിന് വരെ ഉണ്ട് കേട്ടോ 2 ID കാർഡ്. വരട്ടെ, ഞാൻ അടുത്ത ആളുകളിലേക്ക് പോയ ശേഷം ഞാൻ അങ്ങയിലേക്ക് വരാം. നോക്ക് കോടതി കൊടുക്ക്, കേസ് കൊടുക്കാൻ പറയും, നല്ല വക്കീലിനെ വെക്കാൻ പറയും. എത്ര നല്ല വക്കീലാണെങ്കിൽ എന്താ കാര്യം? വേലി തന്നെ വിളവ് തിന്നുന്ന കാലമല്ലേ ശ്രീ പത്മനാഭൻ? കാര്യല്ല. ശരി ഞങ്ങളെടുത്ത അതെ, ഇല്ലാത്ത വിലാസത്തിൽ വോട്ട് ചേർക്കുന്നതാണല്ലോ ശരി. ശ്രീ രാജു പി നായർ, ഇന്നിപ്പോ കെ സുരേന്ദ്രൻ ചോദിച്ച ഒരു ചോദ്യം, ഞങ്ങൾ 60,000 വോട്ട് ചേർത്തിട്ടുണ്ട് എങ്കിൽ കോൺഗ്രസ് CPM ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? ഇവർക്ക് പോയി തൂങ്ങിച്ചത്തൂടെ എന്നാണ്. അദ്ദേഹത്തിന് ഫോണിൽ എന്തോ തകരാറുണ്ട്. ശ്രീ വസീഫ്, എന്തുകൊണ്ട് ഈ വോട്ടുകൾ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞില്ല എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ 60,000-ൽ കൂടുതൽ വോട്ടുകൾ അവിടെ ഈ അയൽ മണ്ഡലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് യഥാർത്ഥമല്ലാത്ത അഡ്രസ്സിൽ ചേർത്ത വോട്ടാണെന്ന് ഇപ്പം പറയുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുമ്പോൾ സ്ലിപ്പ് കൊടുക്കാൻ പോകുന്ന പ്രവർത്തകർക്ക്, BLA-മാർക്ക് അറിയേണ്ടതല്ലേ ഇതൊക്കെ? അഭിലാഷ്, ഇവിടെ ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ഒരു അസാധാരണമായ സംഭവത്തിനാണ് നമ്മളൊക്കെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നോക്കുകുത്തിയാക്കി സ്വതന്ത്രവും സുതാര്യവും ആയിട്ട് നടക്കേണ്ട, സ്വതന്ത്രവും സുതാര്യവും നിഷ്പക്ഷവുമായി നടക്കേണ്ട തെരഞ്ഞെടുപ്പിനെ ബോധപൂർവമായി ചിലർ അവരുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി തകർക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിനാണ് വലിയ രീതിയിൽ വെല്ലുവിളി നേരിടുന്നത്. ജനാധിപത്യത്തിലുള്ള വിശ്വാസ്യതയാണ് നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഇദ്ദേഹം BJP പ്രതിനിധിയുടെ ഒരു വല്ലാത്ത ചിരിയുണ്ടല്ലോ, നോക്കൂ നിങ്ങൾ. അതുപോലെ ഇന്ന് BJP നേതാക്കന്മാരൊക്കെ പത്രക്കാരെ കണ്ട് പറഞ്ഞപ്പോഴുള്ള അവരുടെ ഒരു സംസാരവും അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളും ഒക്കെ കേട്ടില്ലേ നിങ്ങൾ? എത്ര അപകടകരമാണ്! എന്ത് സുതാര്യതയാണ്, എന്ത് നിഷ്പക്ഷതയാണ്! രാജ്യം ഭരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ മേൽനോട്ടം വഹിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഈ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വമായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ജനങ്ങളോടുള്ളത് എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? അവരെന്താണ് ഇതോട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഇപ്പോൾ പരാതി കൊടുത്തില്ല എന്നൊക്കെ പറയുന്നത്. ഞങ്ങളുടെ PK സാജൻ എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, തൃശ്ശൂരിലെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, വളരെ നേരത്തെ തന്നെ ഈ പൂങ്കുന്നത്ത് ഈ വോട്ടർ പട്ടികയിലുള്ള ക്രമക്കേട് വ്യാപകമായി അപ്പുറത്ത് നിന്ന് വോട്ട് കൊണ്ടുവന്ന് ചേർക്കുന്നുണ്ട്, ഇല്ലാത്ത നമ്പറിൽ ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ മുറിയിൽ തന്നെ 53ഓളം വോട്ടുകൾ വരുന്നുണ്ട്. ഇങ്ങനെ പൂങ്കുന്നം വാർഡിൽ തന്നെ 53 വോട്ടുകൾ അനധികൃതമായി വന്നിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്, പരാതി കൊടുത്തതാണ്. ആരാ ഈ പരാതി അന്വേഷിക്കേണ്ടതും ഇത് കണ്ടെത്തേണ്ടതും? ഇലക്ഷൻ കമ്മീഷനല്ലേ? ഇപ്പം ഇവിടെ ഈ നേതാക്കന്മാരുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവർ ബോധപൂർവം ചെയ്തതാണ് എന്നാ. എവിടെയുള്ളവർക്കും, ഇന്നതാണ് ഒരു നേതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാ, എവിടെയുള്ള ആളുകൾക്ക് വേണമെങ്കിലും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള എല്ലാവരെയും കൊണ്ടുവന്ന് ഞങ്ങൾ വോട്ട് ചേർക്കുന്നു. എന്താ ഇത്? ഒരു വോട്ടർ ആരായിരിക്കണം എന്നുള്ളതിന് ജനപ്രാതിനിധ്യ നിയമത്തിൽ വ്യവസ്ഥയില്ലേ? സ്ഥിരതാമസക്കാരനായിരിക്കണം എന്ന് പറയുന്നില്ലേ ഒരു വോട്ടർ? അങ്ങനെയുള്ള സ്ഥിരതാമസമുള്ളവരാണോ ഈ വോട്ട് ചെയ്ത ആളുകൾ? സുരേഷ് ഗോപിയുടെ അനിയൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ, അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരൻ, ഇവരൊക്കെ ഇവിടെ വന്ന് BJP നേതാക്കന്മാരുടെ പേരിലുള്ള വീട്ടിലോ അല്ലെങ്കിൽ കെട്ടിടത്തിലോ ഒക്കെ വോട്ട് ചെയ്ത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് മാറിപ്പോവുക. ഈ സുരേഷ് ഗോപിക്ക് തന്നെ 2ഇടത്ത് വോട്ടുണ്ട് എന്നല്ലേ ഇപ്പൊ പറയുന്നത്? ഈ ഫോം 7 വെച്ച് എൻ്റെ 2ാമത്തെ വോട്ട് ഞാൻ തള്ളാൻ കൊടുക്കണ്ടേ? അങ്ങനെയാണല്ലോ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഒരു മാതൃകാ ജനാധിപത്യത്തിൽ ഇടപെടുന്ന ഒരു മാതൃകാ നേതാവ് അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി
എന്ത് ഉത്തരവാദിത്തമാണോ ഈ ജനങ്ങളോട് കാണിക്കുന്നത്? ഈ ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് വിശ്വാസ്യത ഉണ്ടാവുക? ശരി, നോക്കൂ, നിങ്ങൾ രാജ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ശതമാനം എടുത്താൽ തന്നെ കുറവാണ്. രാജ്യത്തുടനീളമുള്ള വോട്ട് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കുറവ് വരുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ തന്നെ വോട്ട് ചെയ്യണമെന്നും വോട്ട് ചേർക്കണമെന്നും ഒക്കെ നിരന്തരം പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് രാജ്യം ഭരിക്കുന്ന ഉത്തരവാദിത്തമുണ്ട് എന്നും പറഞ്ഞു നടക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ എന്ത് വൃത്തികെട്ട രീതിയിലാണോ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? അത് മാത്രമല്ല, കേന്ദ്രമന്ത്രി എന്തിനും ഏതിനും വായിട്ട് അങ്ങ് സംസാരിക്കുന്ന ആളാ, അഭിനയിച്ചുകൊണ്ട് പറയുന്ന ആളാ. എന്തേ പ്രതികരിക്കാത്തത്? ഛത്തീസ്ഗഡിലെ ക്രിസ്ത്യൻ പുരോഹിതന്മാരെ, ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തകരെ, കന്യാസ്ത്രീകളെ വേട്ടയാടിയപ്പോ അതിനെതിരെ ചോദ്യം ഉന്നയിച്ചപ്പോ കുറെ ദിവസങ്ങളായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇപ്പൊ വന്നു പോയി, ഒരു പ്രതികരണവുമില്ല. അദ്ദേഹത്തിനെതിരെയുള്ള ആക്ഷേപത്തിന് മറുപടി പറയണ്ടേ? അപ്പൊ മറ്റൊരു നേതാവ് പറഞ്ഞത് അദ്ദേഹത്തിന് ഞങ്ങളുടെ അത്ര തൊലിക്കട്ടിയില്ല എന്നാ. എന്ത് തൊലിക്കട്ടിയാണ് ഇവർ ഉദ്ദേശിച്ചത്? അപ്പൊ ഇവരുടെ BJPയുടെ കേരളത്തിലുള്ള നേതാക്കന്മാരൊക്കെ ലേശം തൊലിക്കട്ടിയുള്ള ആളാണ് പോലും. അതുകൊണ്ട് അവർ പ്രതികരിക്കുന്നു, ഇവർക്ക് ഇദ്ദേഹത്തിന് പ്രതികരിക്കാൻ പറ്റില്ല. നിങ്ങൾ കേട്ടില്ലേ അത്? എവിടേക്കാണ് BJP ഈ നാട്ടിലെ ജനങ്ങളെ കൊണ്ടുപോകുന്നത്? നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന നടപടി സ്വീകരിക്കുന്നത്? എന്തിനാണ് BJPയും ഈ കേന്ദ്ര മന്ത്രിയും അതുപോലെ തന്നെ ഈ കേന്ദ്ര വ്യവസ്ഥിതിയൊക്കെ ഇങ്ങനെ ഒരു വല്ലാത്ത സമീപനം സ്വീകരിക്കുന്നത്? ഇതിനെതിരെയെല്ലാം ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്, വലിയ ക്യാമ്പയിൻ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാൻ. ശരി, ശ്രീ രാജു പി നായർ, ഇന്നിപ്പോ BJP ഭാഗത്ത് നിന്ന് സുരേഷ് ഗോപി ഒന്നും സംസാരിച്ചില്ലെങ്കിലും കെ സുരേന്ദ്രനും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറും സംസാരിച്ചു. എന്തുകൊണ്ടാണ് കള്ളവോട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാതെ പോയത് എന്നാണ് കെ സുരേന്ദ്രൻ ചോദിച്ചത്. ഇത്രയും കള്ളവോട്ട് ഞങ്ങൾ അവിടെ ചേർത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വ്യാജമായി അവിടെ യഥാർത്ഥത്തിൽ ആ മണ്ഡലത്തിലുള്ള ആളുകളല്ലാത്ത വോട്ടർമാരെ അവിടെ ചേർത്തിട്ടുണ്ടെങ്കിൽ CPM-ഉം കോൺഗ്രസും അത് കണ്ടുപിടിക്കേണ്ടായിരുന്നോ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അഭിലാഷേ, ഇവിടെ നടക്കുന്ന ചർച്ചകൾ നമ്മളിപ്പോൾ ഈ രാജ്യത്ത് ഇന്ന് ഉന്നയിക്കപ്പെട്ട ചർച്ചയും നമ്മുടെ സംഘടനാ ശക്തിയെ അല്ലെങ്കിൽ സംഘടനാ ദൗർബല്യത്തെക്കുറിച്ചല്ല. നീതിയുക്തമായി നടത്തേണ്ട ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അട്ടിമറിക്കുന്നതിനെ സംബന്ധിച്ചാണ്. ഇപ്പോൾ സംഘടിതമായ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിനെ കുറിച്ചോ അല്ലെങ്കിൽ CPM-നെ കുറിച്ചോ CPI-യെ കുറിച്ചോ എല്ലാവരും വേണമെങ്കിൽ പറയാം. ഈ സംഘടനാ ദൗർബല്യത്തെക്കുറിച്ചൊക്കെ വേണമെങ്കിൽ ഇങ്ങനത്തെ മറുചോദ്യങ്ങൾ ഉത്തരമില്ലാതെ വരുമ്പോൾ ചോദിച്ചു നോക്കാം. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, അഭിലാഷ് മോഹനൻ നാളെ ഒരു തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തീരുമാനിക്കാം. അങ്ങയുടെ കയ്യിൽ നിന്ന് കെട്ടിവെക്കാനുള്ള കാശ് മേടിച്ചിട്ടാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങയെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കെട്ടിവെക്കാനുള്ള കാശ് മേടിച്ച് നിങ്ങളെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഏതൊരു സ്ഥാനാർത്ഥിക്കും കൊടുക്കുന്ന അതേ നീതി നിങ്ങൾക്കും തരാനായിട്ട് അർഹതയുണ്ടല്ലോ. അല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പറയാൻ പറ്റില്ലല്ലോ. അഭിലാഷ് മോഹനൻ നിയോജക മണ്ഡലത്തിലെ എല്ലാ ബൂത്തിലും ആളെ ഇട്ട് വോട്ടർ ലിസ്റ്റ് പരിശോധിക്കാത്തതുകൊണ്ട് അഭിലാഷ് മോഹനോട് ഞങ്ങൾക്ക് പ്രത്യേക കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. തെരഞ്ഞെടുപ്പ് എന്ന് പറയും, ഞാൻ കേൾക്കുന്നുണ്ട്, ഒക്കെ പറയുന്നത് കേൾക്കുന്നുണ്ടോ അഭിലാഷ്? കേൾക്കാം. ശരി. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം, തെരഞ്ഞെടുപ്പ് ബോഡിയെ സംബന്ധിച്ചിടത്തോളം നീതിയുക്തമായിട്ടും സുതാര്യമായിട്ടും ആ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. ആ തെരഞ്ഞെടുപ്പ് നീതിയുക്തമായും സുതാര്യമായിട്ടും നടത്താനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ഉന്നയിക്കുന്ന പ്രശ്നം. എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം, ഈ ഏകദേശം 8 ദിവസമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, എനിക്ക് മനസ്സിലാവാത്ത കാര്യം, എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയാതെ BJP ഇതിന് മറുപടി പറയുന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. BJP എന്തിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡിഫൻസിലേക്ക് വരുന്നത്? രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കൃത്രിമം കാണിച്ചിരിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് മറുപടി പറയാനുള്ള ആർജവുമില്ല, അങ്ങനെ നോട്ടീസുകൾ കൊടുത്തേക്കുന്നു. പക്ഷെ BJP എന്തിനാണ് വരുന്നത്? ഇപ്പോൾ BJPയും കോൺഗ്രസും തമ്മിലും ഒരേ അഭിപ്രായത്തിലേക്ക് എത്തുന്ന വിഷയങ്ങൾ വളരെ ചുരുക്കമാണ്, വിരലിലെണ്ണാവുന്ന ചുരുക്കം ഒരുപക്ഷെ ഇത്രയും നാളുകൾക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ BJPയും കോൺഗ്രസും ഒരേ നിലപാടിലെത്തിയ ഒരു ദിവസമാണിന്ന്, ഇല്ലേ? അനുരാഗ് താക്കൂർ എന്ന് പറയുന്ന BJPയുടെ നേതാവ് പറയാണ്, വയനാട് കള്ള വോട്ടുകൾ ഉണ്ടായിരുന്നു, വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. ആയിക്കോട്ടെ, അപ്പോൾ BJP രാഹുൽ ഗാന്ധി പറഞ്ഞ ആശയത്തിലേക്ക് എത്തിയല്ലോ, വാദത്തിലേക്ക് എത്തിയല്ലോ. തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ട്, ഞങ്ങൾ ഉന്നയിച്ച ചില മണ്ഡലങ്ങളുണ്ട്, അത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ BJP ഇതാ മറ്റൊരു മണ്ഡലത്തിലുണ്ടെന്ന് പറയുന്നത് ഞങ്ങൾ BJPയോട് യോജിക്കാം. ഞങ്ങൾ ആവശ്യപ്പെടുന്ന പോലെ BJPക്ക് പറയാൻ പറ്റുമോ? വയനാടും പ്രശ്നമുണ്ട്, 2 നിയോജകമണ്ഡലത്തിൽ കണ്ടു എന്ന് പറയുന്നു, മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ വിശ്വാസ്യത കാക്കാൻ ഈ രാജ്യം മുഴുവൻ ഇതിൻ്റെ ഒരു പരിശോധന ആവശ്യമാണ്.
അതുകൊണ്ട് ഈ വോട്ടർ പട്ടികയുടെ ഈ ഫോർമാറ്റ് വെച്ചാൽ ഒരു സോഫ്റ്റ് കോപ്പി ഞങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന് പറയാൻ BJPക്ക് താല്പര്യമുണ്ടോ? BJP സമ്മതിക്കുമോ? രാഹുൽ ഗാന്ധി പോയിട്ട് അഫിഡവിറ്റ് ഫയൽ ചെയ്യണമെന്നും സുപ്രീം കോടതിയിലും പോകണമെന്ന് പറയുന്ന BJP വയനാട് കൽപ്പറ്റയിലും പിന്നെ എവിടേക്ക് ഏറനാടും വണ്ടൂരും ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കാൻ തയ്യാറാണോ? സുപ്രീം കോടതിയിൽ പോകാൻ തയ്യാറാണോ? ശരി, ഞങ്ങൾക്ക് പോകാൻ കഴിയാത്തതിൻ്റെ കാര്യം ഞാൻ പറയാം. ഞങ്ങൾ പോകില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നതിൻ്റെ കാര്യം ഞാൻ പറയാം. കാരണം ഞങ്ങൾ ഉന്നയിക്കുന്നത് ബാംഗ്ലൂർ സെൻട്രലിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള തിരിമറിയെ സംബന്ധിച്ചല്ല, മറിച്ച് ഈ രാജ്യത്ത് മുഴുവൻ നടന്നിരിക്കുന്ന ക്രമക്കേടിൽ ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വസ്തുതാപരമായി പഠനം 6 മാസം കൊണ്ട് നടത്തിയിട്ട് ഞങ്ങൾ എക്സ്പോസ് ചെയ്ത ഒരു മണ്ഡലമാണ് ബാംഗ്ലൂർ സെൻട്രൽ. ഞങ്ങളുടെ വാദം ഈ രാജ്യത്ത് മുഴുവൻ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട്. അപ്പോൾ BJP ആഗ്രഹിക്കുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആഗ്രഹിക്കുന്നതും ഒരു അഫിഡവിറ്റ് കൊടുത്തോ സുപ്രീം കോടതിയിൽ പോയോ ഇതിനെ ആ ബാംഗ്ലൂർ സെൻട്രലിലെ ഒരു പ്രശ്നമാക്കിയിട്ട് ഒരു നിയമ പോരാട്ടത്തിലേക്ക് വിടുകയും വർഷങ്ങളോളം നീളുന്ന അല്ലെങ്കിൽ കാലാന്തത്തോളം നീളുന്ന ഒരു വാദത്തിന്റെ ഭാഗമായിട്ട് അത് മാറിയാൽ പിന്നെ രാഷ്ട്രീയമായിട്ട് കോൺഗ്രസ് ഉന്നയിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ളതാണ് BJP ചിന്തിക്കുന്നത്. ഞങ്ങൾ ആ കെണിയിൽ വീഴാൻ തയ്യാറല്ലാത്തതുകൊണ്ടും ഞങ്ങൾ ഇന്ന് ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഡീപ് സ്റ്റേറ്റായി മാറിയ ഒരു രാജ്യത്താണെന്നുള്ളത് കൊണ്ടും കോടതികളിൽ പോലും വിശ്വാസം അർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഇന്ന് ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടെന്നുള്ള പൂർണ്ണമായ ബോധ്യം, ഉത്തരവാദിത്വത്തോട് തന്നെയാണ് പറയുന്നത്, പൂർണ്ണമായ ബോധ്യത്തോട് കോടതിയെ പോലും പരിപൂർണമായി വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്നുള്ള പരിപൂർണ ബോധ്യത്തോടു കൂടിയും ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ഞങ്ങൾ സാധാരണ നമ്മൾ ക്ലീഷേ ഡയലോഗൊക്കെ പറയും ജനങ്ങളുടെ കോടതി. ആ ജനങ്ങളുടെ കോടതി അട്ടിമറിക്കപ്പെട്ട വിഷയമാണെങ്കിൽ പോലും ഞങ്ങൾ ഈ വിഷയം ജനസമക്ഷം അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ജനങ്ങൾ മുഴുവൻ അവരുടെ നിർണയാധികാരം, അവരുടെ ഒരു വോട്ടെന്ന അധികാരം ചതിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന സമയത്താണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ജനം ഈ പറയുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ, അത് സർക്കാർ മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജുഡീഷ്യറിയും അതുപോലെ അന്വേഷണ ഏജൻസികളും പാർലമെന്റും എല്ലാം നിയന്ത്രിക്കപ്പെടുന്ന ഒരു അദൃശ്യ ശക്തിയ അല്ലെങ്കിൽ ദൃശ്യമായ ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ശക്തി നിയന്ത്രിക്കപ്പെടുന്ന ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ പ്രക്ഷോഭങ്ങളുടെ തീയായി ജനങ്ങളെ അണിനിരത്തുക എന്നുള്ളതാണ്. കാരണം ഇന്ത്യ ജനാധിപത്യത്തിന്റെ ക്രോസ് റോഡിൽ നിൽക്കുകയാണ്, നാൽക്കവലയിലാണ്. എങ്ങോട്ട് പോകണം? ജനാധിപത്യം നിലനിൽക്കണോ ഏകാധിപത്യത്തിലേക്ക് പോകണോ എന്ന് തീരുമാനിക്കേണ്ട ക്രോസ് റോഡ്സിലാണ്. അവിടെ ജനാധിപത്യം മരിക്കാതിരിക്കണമെങ്കിൽ, ആ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ഇനി ഈ രാജ്യത്തുള്ള മുഴുവൻ പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികളും അതുപോലെ ജനവും പൊതുസമൂഹവും ഈ സർക്കാരിനും ഈ ഭരണകൂടത്തിനുമെതിരായി രംഗത്തിറങ്ങിയെങ്കിൽ മാത്രമേ സാധിക്കൂ എന്നുള്ള തികഞ്ഞ രാഷ്ട്രീയ ബോധ്യത്തോടു കൂടിയാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. ശരി. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന വാദങ്ങളെല്ലാം ഇതിനെ എവിടെയെങ്കിലും ഒതുക്കി കെട്ടി പരിഹരിക്കാൻ കഴിയുന്നതാണെന്ന് BJP വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസം നിങ്ങളുടെ ആസ്ഥാനത്താണ്. ഞങ്ങൾ വലിയ സമരത്തിന്, ഞങ്ങൾ വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ശരി, ഓക്കെ. ശ്രീ പത്മനാഭൻ, അങ്ങ് നേരത്തെ പറഞ്ഞ ജനപ്രാതിനിധ്യ നിയമം, റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾസ് ആക്ട് 1950 സെക്ഷൻ 17 പറയുന്നത് നോ പേഴ്സൺ ഷാൽ ബി എൻടൈറ്റിൽഡ് ടു ബി രജിസ്റ്റേർഡ് ഇൻ ദ ഇലക്ടറൽ റോൾ ഫോർ മോർ ദാൻ വൺ കോൺസ്റ്റിറ്റ്യുവൻസി എന്നാണ്. സുരേഷ് ഗോപിയുടെ സഹോദരൻ മുതൽ ഡ്രൈവർ വരെ 2 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വോട്ടുള്ളവരാണ്. എന്ന് മാത്രമല്ല, നിങ്ങളുടെ നിരവധി നേതാക്കൾ, ഇപ്പോഴത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തൃശ്ശൂരിലാണ് വോട്ട് ചെയ്തത്. അദ്ദേഹത്തിന് ശരിക്കുള്ള വോട്ട് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലായിരുന്നു. തിരൂരിൽ വോട്ട് ചെയ്യേണ്ട അദ്ദേഹം തൃശ്ശൂരിൽ നിങ്ങളുടെ ഒരു കൗൺസിലറുടെ അഡ്രസ്സിൽ തിരിച്ചറിയൽ കാർഡ് സമ്പാദിച്ചാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ജനപ്രാതിനിധ്യ നിയമം അനുശാസിക്കുന്ന കാര്യം നഗ്നമായി ലംഘിച്ചാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, കോടതിയിൽ പോയാലും ഒരു ചുക്കും നടക്കില്ല എന്ന് പറയാൻ അങ്ങേ നയിക്കുന്ന കോൺഫിഡൻസ് എന്താണ്? ഞാൻ ഒന്ന് ഉത്തരം പറയട്ടെ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ തീരെ എന്നെ സമ്മതിച്ചില്ല. ദയവ് ചെയ്തിട്ടൊന്നും മിണ്ടാതിരിക്കണം. രാജു പി നായർ പറഞ്ഞു റിസർച്ച് നടത്തി. എന്ത് റിസർച്ച് രാജു പി നായരെ? എന്ത് റിസർച്ച്? ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ സീറ്റിൽ 7-1 സ്ഥലത്ത് ഞങ്ങൾ ലീഡ് ചെയ്തപ്പോൾ ഒരു സ്ഥലത്തോണ്ട് ഞങ്ങളെ ലീഡ് പോക്കിയിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. രാജാജി നഗർ ഉൾപ്പെട്ട മണ്ഡലമാണ്, രാജാജി നഗർ അസംബ്ലി മണ്ഡലം ഉൾപ്പെട്ട ലോക്സഭാ മണ്ഡലമാണ് ഈ ബാംഗ്ലൂർ സൗത്ത്. നിങ്ങൾക്ക് അവിടെ ലീഡ് ചെയ്തിട്ട് കൊല്ലെത്രയായി? പോട്ടെ, പതിറ്റാണ്ട് എത്രയായി? എത്ര പതിറ്റാണ്ടായി രാജാജി നഗറിൽ നിങ്ങൾ ലീഡ് ചെയ്തിട്ട്? 7-1 ഇത് എവിടുന്ന് കിട്ടിയതാ രാഹുൽ ഗാന്ധിക്ക്?
ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിയെ നിങ്ങളെ കൂട്ടത്തിലുള്ളവർ ചതിക്കുന്നു. ആ റിസർച്ച് ടീമിനെ അന്ന് വൈകുന്നേരം കഴുത്തിന് പിടിച്ച് പുറത്താക്കണം. രാജാജി നഗറിൽ കോൺഗ്രസ് ലീഡ് ചെയ്തിട്ട് പതിറ്റാണ്ടുകളായി അഭിലാഷേ, പതിറ്റാണ്ടുകളായി. പിന്നെ അവിടെ ഗാന്ധിനഗറിൽ ഞങ്ങളാ ലീഡ് ചെയ്ത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദിനേശ് ഗുണ്ടുറാവുവിനോട് സപ്തഗിരി ഗൗഡെ 103 വോട്ടിനാണ് അസംബ്ലി തോറ്റത്. പക്ഷേ ലോക്സഭയിൽ ഞങ്ങൾ 23,000 വോട്ടിന് ലീഡ് ചെയ്തു. 23,000 വോട്ടിന് ഞങ്ങൾ ലീഡ് ചെയ്തു. സി വി രാമൻ നഗർ രഘുവിന് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ പോയതാ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദർജിന്റെ കൂടെ. ഞങ്ങൾ ലീഡ് ചെയ്തത്, അത് ലോക്സഭയിലും ഞങ്ങളാ ലീഡ് ചെയ്ത്. അപ്പോൾ ഇതൊന്നും അറിയാതെ ഏത് റിസർച്ചുകാരനാണ്? അവൻ്റെ പേരൊന്ന് പറഞ്ഞു തരുമോ? രാഹുൽ ഗാന്ധിക്ക് വേണ്ടി റിസർച്ച് ചെയ്ത മഹാന്റെ പേര് ഒന്ന് പരസ്യമായിട്ട് പറയുമോ? എന്ത് റിസർച്ച്? വെറുതെ ഓരോ ആളെ പേടിപ്പിക്കുന്ന വർത്താനം പറയല്ല. നിൽക്കട്ടെ, ഇനി 2 നിങ്ങളെന്താ പറഞ്ഞത്? ജനങ്ങളെടുത്ത് നിങ്ങൾ കോടതിയിൽ പോകും, ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇപ്പോൾ ബീഹാറിലെ SIR ഏതാണ്ട് സുപ്രീം കോടതി പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞു. അതിപ്പോൾ ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും. നിങ്ങൾ ബീഹാറിൽ തോറ്റാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഇന്ന് ഈ ചാനലിൽ വെച്ച് പരസ്യമായിട്ട് പറ, ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ UPA സഖ്യം RJD, കോൺഗ്രസ്, CPM, CPI, CPI, ML നക്സലൈറ്റുകളുണ്ട്, മാവോയിസ്റ്റുകളുണ്ട്. ഞങ്ങൾ തോറ്റാൽ ഈ വോട്ടർ പട്ടിക വിവാദത്തിൽ ഞങ്ങൾ അടിയറവ് പറയുന്നു. ജനങ്ങൾ ഞങ്ങൾക്കെതിരാണ്. ജനങ്ങൾ BJP JDU സഖ്യം ജയിച്ചാൽ BJPയോടൊപ്പമാണ് ജനങ്ങൾ. നിങ്ങൾ സമ്മതിക്കോ? നിങ്ങൾ സമ്മതിക്കോ? അത് പറ, അതിനൊക്കെയുള്ള തൻ്റെ ഇടം കാണിക്കും. പിന്നെ ഇപ്പൊ അഭിലാഷ് ചോദിച്ചു ജനപ്രായത്വ നിയമം. ആയിക്കോട്ടെ, നിയമപ്രകാരം തെറ്റുണ്ടെങ്കിൽ നമുക്ക് കോടതിയിൽ നിന്ന് കാണാന്ന്. ടെലിവിഷൻ ചാനലിലാ നിയമം പറയണ്ട്, ടെലിവിഷൻ ചാനലിലാ നിയമം പറയ. തലനാരിഴ കീറാന്ന്, ഇത് തർക്കിക്കാം. 2 വോട്ടർ പട്ടിക പരിശോധിച്ചാൽ അറിയാലോ. ശരി, അതെ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വോട്ട് ചെയ്യുന്നത് തിരുവനന്തപുരം നഗരസഭയിലെ 41-ാം നമ്പർ വാർഡിലാണ്, ശാസ്തമംഗലത്ത്. ആയിക്കോട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് ഭാരത് ഗാർഡന്റെ അഡ്രസ്സിലാണ് തൃശ്ശൂരിൽ. അദ്ദേഹത്തിന്റെ സഹോദരൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നത് ഇരവിപുരം മണ്ഡലത്തിലാണ്. അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് തൃശ്ശൂർ മണ്ഡലത്തിലാണ്. അദ്ദേഹത്തിന്റെ ഡ്രൈവർ അജയകുമാർ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നത് 41-ാം വാർഡ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് തൃശ്ശൂരിൽ. ഇതെന്തു വെള്ളരിക്ക പട്ടണമാണ് സാർ? ഇങ്ങനെയാണോ ജനാധിപത്യം പ്രവർത്തിക്കേണ്ടത്? ചൂണ്ടിക്കാണിച്ചല്ലോ. 17 മാസമായി, 45 ദിവസത്തിനുള്ളിൽ കേസ് കൊടുക്കണം. 17 മാസമായി. ഇപ്പോഴും ടെലിവിഷൻ ചാനലിൽ ഒച്ചവിളി മാത്രമേ ഉള്ളൂ, മലിനീകരണം മാത്രമേ ഉള്ളൂ. നല്ല കൊടുക്ക് വക്കീലിനെ ഏൽപ്പിക്ക്. മിടുക്കന്മാരെ വക്കീൽ കേരള ഹൈക്കോടതിയിലുണ്ട്, ഇല്ലേ സുപ്രീം കോടതിയിൽ കൂട്ടിക്കൊണ്ടുപോവാ. കൊടുക്ക് പെറ്റീഷൻ, ഇലക്ഷൻ അരിജി കൊടുക്ക്. ഞങ്ങൾ കൊടുത്തു, പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഞങ്ങൾ കൊടുത്തു, നവ്യ ഹരിദാസ് കൊടുത്തില്ലേ? ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ നവ്യ ഹരിദാസ് കൊടുത്തു. തെരഞ്ഞെടുപ്പ് പെറ്റീഷൻ പെൻഡിങ്ങാ, നോട്ടീസ് അയച്ചു പ്രിയങ്കയ്ക്ക്. 2016 സുരേന്ദ്രൻ കൊടുത്തു. 89 വോട്ടിന് തോറ്റപ്പോൾ 400ഓളം വോട്ട് കള്ളവോട്ടാന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ കൊടുത്തു. 80 വോട്ട് കള്ളവോട്ടാന്ന് തെളിയിച്ചു. 80 വോട്ട് കള്ളവോട്ടാ. അപ്പോഴാണ് എതിർ സ്ഥാനാർത്ഥി മരിച്ചു, MLA മരിച്ചു. കേസ് ഇൻഫ്രക്ചസ് ആയി. ആർക്കെതിരെയാണോ കേസ് കൊടുത്ത അങ്ങോട്ട് മരിച്ചു. പിന്നെ എങ്ങനെ കേസ് മുന്നോട്ട് കൊണ്ടുപോകും? അതുപോലെ കൊടുക്ക്. നിങ്ങൾ എന്താ ആരെയും പേടിച്ച് നിൽക്കുന്നത്? ഞങ്ങൾക്കില്ലാത്ത പേടി നിങ്ങൾക്കോ? കേസ് കൊടുത്ത് വിധി വന്ന കേസുകളുടെ കാര്യം മാത്രം എടുത്താൽ മതി. ന്യായീകരിക്കുന്നല്ല. ഇപ്പോ മൂവാറ്റുപുഴ തെരഞ്ഞെടുപ്പ് കേസ് അന്ന് NDA സ്ഥാനാർത്ഥിയായി ജയിച്ച PC തോമസിനെതിരെ വിധി വന്നു. പക്ഷെ കേസിന്റെ വിധി വന്നപ്പോഴത്തേക്കും ആ ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ കേസിനൊക്കെ വിധി വരാൻ കാലം കഴിഞ്ഞു. അതാണ് ഇവിടുത്തെ വിഷയം. സത്യം പുറത്തു വരാനാ എന്തിനാ കേസ് കൊടുക്കുന്നത്? സത്യം പുറത്തു വരാനാ കേസ് കൊടുക്കുന്നത്. ജയിച്ച MP ആയി ശമ്പളം വാങ്ങാനല്ല, ജയിച്ച MP ആയി അകത്ത് പോയി ശമ്പളം വാങ്ങാനല്ല. സത്യം പുറത്തു വരാനാ കേസ് കൊടുക്കുന്നത്. ഒച്ചവിളി മാത്രം മതി. ഇല്ല, ഇപ്പൊ വളരെ സ്പെസിഫിക് ആയി തൃശ്ശൂർ മണ്ഡലത്തിൽ വ്യാജമായി ചേർന്ന ഓരോ വോട്ടുകളും പുറത്തേക്ക് വരികയാണ്. നമുക്കത് അടുത്ത ചാനൽ ചർച്ചയിൽ ഒച്ചവിളി. ശരി, ഇപ്പൊ ഒരു ഇടവേള വേണം. സമയം 7:57. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി. ചർച്ചയിലേക്ക് വേണം. ശ്രീ വസീഫ്,
ഇപ്പോൾ നമ്മൾ ജനറലായി രാജ്യത്തിന്റെ പ്രശ്നം എന്ന് പറയുമ്പോഴും തൃശ്ശൂരിനെ സംബന്ധിച്ച് സ്പെസിഫിക് ആയി ഓരോ മിനിറ്റിലും പുതിയ പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചർച്ച തുടങ്ങിയതിന് ശേഷം വോട്ടർ പട്ടിക പരിശോധിച്ച് എനിക്ക് കിട്ടിയ തൃശ്ശൂരിൽ നിന്ന് കിട്ടിയ ഒരു വിവരമാണ്. ഇപ്പൊ നാട്ടിക നിയമസഭാ നിയോജക മണ്ഡലത്തിൽ 69ാമത്തെ ബൂത്തിൽ 79 പേരെയാണ്, ആ നാട്ടുകാരല്ലാത്ത ആളുകളെയാണ് ചേർത്തിരിക്കുന്നത്. അതിൽ തന്നെ BJP നേതാവ് CV അനിൽകുമാറിന്റെ കെയർ ഓഫിൽ രക്ഷിതാവ് എന്നുള്ള നിലയിൽ CV അനിൽകുമാറിന്റെ കെയർ ഓഫിൽ 17 പേരാണ് അവിടെ വോട്ട് ചേർത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നാട്ടികയ്ക്ക് പുറത്തുള്ള ആളുകൾ. ആ വോട്ടർ പട്ടിക കണ്ടാൽ തന്നെ നമ്മൾ അന്തം വിട്ടുപോകും. അഭിനന്ദ് PA, അനിൽകുമാർ CV, അജിത്ത് CV, അതാ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുവോ മകനോ വല്ലോ ആയിരിക്കും, നിള PR പ്രദീപ്, ഇങ്ങനെ തുടങ്ങി ഇതാ ഒരുപാടുണ്ട്. സ്നേഹ കൃഷ്ണ PV. വോട്ടർ പട്ടികയുടെ ആ പകർപ്പ് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. സമാനതകളില്ലാത്ത വിധത്തിൽ ഇപ്പോൾ ഒരു BJP നേതാവിന്റെ വീട്ടിൽ ഇത്ര എന്ന് പറഞ്ഞ് മറ്റു സ്ഥലങ്ങളിലെ വോട്ടുകൾ ചേർത്തതൊക്കെ ഒരുപക്ഷെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാവാത്ത കാര്യമാണ്. അതുണ്ടായിട്ടും ഇത്രയൊക്കെ ഉള്ളോ നിങ്ങളുടെ പ്രതികരണം എന്നുള്ളതാണ് അതിശയകരം. നേരത്തെ കെ മുരളീധരൻ ചോദിച്ചു, മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ലല്ലോ എന്ന്. അഭിലാഷേ, നമ്മുടെ രാജ്യത്ത് BJP ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഞങ്ങൾ ആവർത്തിച്ച് പറയുകയാണ്, നമ്മുടെ ഭരണഘടനയെ എങ്ങനെ തകർക്കാം എന്നുള്ളതാണ് ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഇവർ. എല്ലാ ഭരണഘടനാ മൂല്യങ്ങളെയും കാറ്റിൽ പറത്തുകയാണ് ഇവർ ഓരോ ദിവസവും. ഇവർക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഇവർ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഉറപ്പ്. അത് നമ്മൾ വ്യത്യസ്ത ഘട്ടങ്ങളിൽ കണ്ടതാണ്. ഇപ്പോൾ ജനങ്ങൾക്കൊരു പ്രതീക്ഷയുള്ള ഒരു സംവിധാനമാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ. ഈ ജനാധിപത്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് ഞാനും നിങ്ങളും ഈ ജനങ്ങളൊക്കെ വിശ്വസിക്കുന്നത് സുതാര്യമായി ഈ ഇലക്ഷൻ നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആ ഇലക്ഷൻ സംവിധാനവും സുതാര്യമല്ല, നിഷ്പക്ഷമല്ല, സ്വതന്ത്രമല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് ഇപ്പോൾ വരുന്ന ഈ തെളിവുകളെല്ലാം. അതിനെ ഉറപ്പിച്ചു പറയുന്നതാണ് ഇപ്പോൾ ഇവിടെ വന്ന് ധാർഷ്ട്യത്തോടെ, ധിക്കാരത്തോടെ, പുച്ഛത്തോടു കൂടി സംസാരിക്കുന്ന ഈ BJP നേതാവിൻ്റെ പ്രതികരണം. ഇദ്ദേഹത്തിൻ്റെ മാത്രമല്ല, ഇന്ന് കേരളത്തിൽ പ്രതികരിച്ച BJP നേതാക്കന്മാരുടെ ആകെ പ്രതികരണം ഇതിന് സമാനമാണ്. എന്താണ് ഒരു സാധാരണ മനുഷ്യൻ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഈ ജനാധിപത്യം ആഗ്രഹിച്ച്, ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കും എന്ന് പ്രതീക്ഷിച്ച് ഇവിടെ ജീവിക്കുന്നവർക്ക് വല്ലാത്ത അസ്വസ്ഥതയുണ്ടാവില്ലേ? എങ്ങനെയാണ് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തോട് ഇവർക്ക് പ്രതീക്ഷയുണ്ടാവുക? ഇപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറയാ, ഉറപ്പിച്ച് പുച്ഛിച്ച് പറയാ, പോയി കേസ് കൊട്. ഞാനത് പറഞ്ഞാൽ കൂടിപ്പോവും. ഇങ്ങനെ എല്ലാം കോടതിയിലേക്ക് കേസ് കൊട് എന്ന് പറയാ. ഇപ്പൊ അഭിലാഷ് തന്നെ പറഞ്ഞല്ലോ, ഇദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഒരു കേസ് കൊടുത്തതിന്റെ അനന്തര നടപടികളെല്ലാം എത്ര സമയമെടുക്കും ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കേസ് തീർപ്പാവണമെങ്കിൽ? അതാത് സമയത്ത് ഞങ്ങൾ ഈ വിഷയങ്ങളെല്ലാം ഉന്നയിച്ച് പരാതി കൊടുത്തിട്ടുണ്ടെന്നേ. ഞാൻ നേരത്തെ പറഞ്ഞു, PK സാജൻ, ഞങ്ങളുടെ CPM-ന്റെ തൃശ്ശൂരിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ആള്, ഈ കോർപ്പറേഷൻ പരിധിയിലുള്ള ആള്, പൂങ്കുന്നത്ത് നടന്ന ഈ 53ഓളം വോട്ടിന്റെ കൂട്ടിച്ചേർക്കലുകൾക്കൊക്കെ എതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നോക്കൂ നിങ്ങൾ, സുരേഷ് ഗോപിയുടെ അനിയൻ, അദ്ദേഹത്തിന്റെ പേരെന്താ, സുഭാഷ് ഗോപി, അദ്ദേഹത്തിന്റെ ഭാര്യ, ഇവർക്കൊക്കെ ഇവിടെ വോട്ടാ. അതിന്റെ പുറമെ ഈ സുഭാഷിന് എവിടെ വോട്ടുണ്ട്? കൊല്ലത്ത് ഇരുവിപുരത്തും വോട്ടാ. സുരേഷ് ഗോപിക്ക് എവിടെ? ശാസ്തമംഗലത്ത് വോട്ടാ. ഇവിടെ വന്നിട്ട് ഇവിടെയും വോട്ട് ചെയ്യുന്നു, ശാസ്തമംഗലത്ത് വീണ്ടും വോട്ട് ചെയ്യുന്നു. നേരത്തെ തമാശക്കൊക്കെ ഇപ്പൊ ആളുകൾ പറയുന്നുണ്ട്, ഇദ്ദേഹം ഒരു സമയത്ത് പറയും പോണ്ടിച്ചേരി, ഒരു സമയത്ത് പറയും കൊല്ലത്ത്, ഒരു സമയത്ത് പറയും തൃശ്ശൂര്, ഒരു സമയത്ത് പറയും തിരുവനന്തപുരത്ത്. ഇതെന്താ ഇത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇദ്ദേഹത്തിനെ വിലയിരുത്തണം, ഇദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ വിലയിരുത്തണം. സ്ഥിരതാമസക്കാരനാണെങ്കിലാണ് വോട്ടുണ്ടാവുക. എവിടെയാണ് സ്ഥിരതാമസം? അത് ഇദ്ദേഹം ഒരു സത്യവാങ്മൂലം കൊടുക്കണ്ടേ? ആ സത്യവാങ്മൂലം എവിടെയാണ്? ഇതൊക്കെ പരിശോധിക്കണ്ടേ? ഈ ജനത്തിന് ഇതൊക്കെ അറിയാനുള്ളൊരു താല്പര്യമില്ലേ? അതിനുള്ള അവകാശമില്ലേ? ഇവർ വലിയ രീതിയിൽ കബളിപ്പിക്കപ്പെട്ടു എന്ന് ഇപ്പൊ ബോധ്യപ്പെടുകയല്ലേ? നമ്മുടെ ജനാധിപത്യത്തെ അട്ടിമറിച്ചു എന്ന തരത്തിലേക്ക് തന്നെയാണ് ഇപ്പോ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന് കൂട്ടുനിൽക്കുന്നവരാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഓരോ ദിവസവും വെളിവായിക്കൊണ്ടിരിക്കുക. എന്ത് വിശ്വാസ്യതയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെടാനുണ്ടാവുക? അടിയന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ ഇടപെട്ട് ആവശ്യമായ ക്രമീകരണങ്ങൾ സ്വീകരിക്കണം, ജനങ്ങളുടെ വിശ്വാസ്യത വീണ്ടെടുക്കണം. ഈ തെറ്റുകാരായ BJP-ക്കാരെ, ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ എല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. തീർച്ചയായും അതാണ് ആവശ്യപ്പെടുന്നത്. നോക്കൂ ശ്രീ രാജു P. നായർ, നമ്മളിപ്പോൾ ബാംഗ്ലൂർ സെൻട്രലിന്റെ കഥ താങ്കൾ നേരത്തെ പറഞ്ഞു. ബാംഗ്ലൂർ സെൻട്രൽ വരെ ഒന്നും പോകണ്ട. ഇപ്പോൾ നാട്ടികയിലെ ബൂത്ത് നമ്പർ 69ന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ.
അവിടെ വോട്ടുകൾ ചേർത്തിരിക്കുന്നത് ആ നാട്ടിക നിർദ്ദിഷ്ട ബൂത്തിന്റെ പരിധിയിലുള്ള ആ വാർഡിലുള്ള ആളുകളല്ലാത്ത 79 പേര് അവിടെ വോട്ട് ചേർത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല പല വോട്ടുകൾക്കും വീട്ടു നമ്പർ പോലും ഇല്ല. അതായത് ഈ ABCDEFG എന്നൊക്കെ പറയുന്നത് കാണാൻ നമ്മൾ ബാംഗ്ലൂർ വരെയോ അതല്ലെങ്കിൽ ബാംഗ്ലൂർ സെൻട്രൽ വരെയോ ഒന്നും പോകേണ്ട കാര്യമില്ല. തൃശ്ശൂരിൽ തന്നെ നടന്നിട്ടുണ്ട്. ഒരാളുടെ പേരിൽ 17 വോട്ട് ഒക്കെയാണ് ചേർത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ രക്ഷകർത്തൃത്വത്തിൽ. ഇത് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള കാര്യമാണ്. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇത് BJP വളരെ സംഘടിതമായിട്ട് ഈ രാജ്യത്ത് മുഴുവൻ ഏകദേശം നമ്മൾ നേരത്തെ തന്നെ കണക്കുകളുണ്ടല്ലോ, ഇപ്പോൾ ADRും VDF ഉൾപ്പെടെയുള്ളവർ പുറത്തുവിട്ട കണക്കുകൾ ഏകദേശം 79 കോൺസ്റ്റിറ്റ്യുവൻസികളിൽ വലിയ രീതിയിൽ BJP ജയിക്കാൻ സാധ്യത ഉണ്ടാക്കുന്ന രീതിയിലുള്ള ക്രമക്കേട് നടത്തിയെന്നാണ് പറഞ്ഞത്. നമുക്ക് ഓർമ്മയുണ്ട്, ആദ്യത്തെ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ട് അന്ന് ദിവസം വൈകുന്നേരം വരുന്ന വോട്ടിംഗ് കണക്കും അതേസമയം സാധാരണ ഒരു ദിവസം കൊണ്ട് പ്രഖ്യാപിക്കേണ്ട കണക്കാണ് 11 ദിവസവും 5 ദിവസവും 4 ദിവസമൊക്കെ വിവിധ ഘട്ടങ്ങൾ പ്രഖ്യാപിച്ചത്. അതെല്ലാം കഴിഞ്ഞ് വന്ന കണക്കും വെച്ച് ഏകദേശം 5 കോടി വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളത് ADR പഠന റിപ്പോർട്ടുണ്ട്, VDFിൻ്റെ പഠന റിപ്പോർട്ടുണ്ട്. ആ രണ്ട് ഏജൻസികളും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം എന്താണെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല, ഒരക്ഷരം അതിനെ സംബന്ധിച്ച് മിണ്ടിയിട്ടില്ല. 5 കോടി വോട്ട് തെരഞ്ഞെടുപ്പ് ദിവസം പോൾ ചെയ്ത കണക്കും അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ടോട്ടലായിട്ട് വിട്ട കണക്കും തമ്മിലുള്ള വ്യത്യാസമാണ്. അതിൽ 86,000 വോട്ട് കേരളത്തിലാണ്. 86,000 വോട്ട്. ഞാൻ ഉത്തരവാദിത്തോട് പറയുന്നു, നിർമ്മല സീതാരാമൻ്റെ BJPയുടെ കേന്ദ്രമന്ത്രിയുടെ ഭർത്താവ് പരകാല പ്രഭാകരൻ ഈ എറണാകുളത്ത് വന്നപ്പോൾ അദ്ദേഹം എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ്, നിങ്ങൾ പ്രതീക്ഷിച്ചോ 86,000 വോട്ട് കേരളത്തിലുണ്ട്, അതിൽ ഭൂരിഭാഗവും തൃശ്ശൂരാണ് എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ അത്രമാത്രം വലിയ ക്രമക്കേട് രാജ്യത്ത് മുഴുവൻ നടത്തിയിട്ടുണ്ട്. ആ രാജ്യത്ത് മുഴുവൻ നടന്ന ക്രമക്കേടിനെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് പറയുന്നതാണോ തെറ്റ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒളിക്കാൻ മറ്റൊന്നുമില്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഞങ്ങൾ മുഴുവൻ രേഖകളും ഡിജിറ്റൽ രേഖകൾ തരികയാണ്. ആ ഡിജിറ്റൽ രേഖകൾ നിങ്ങൾ പറഞ്ഞതിനു ശേഷം നിങ്ങൾ അതിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് നിങ്ങളുടെ പരാതികളെന്ന് പറഞ്ഞോ. എന്നിട്ട് ഇന്ത്യ മുഴുവൻ നടന്നൊരു വിഷയമല്ലേ, നമുക്കത് പ്രത്യേകമായി പരിഗണിക്കാം. അങ്ങനെയല്ലേ? ഒന്നും ഒളിച്ചു വെക്കാനില്ലാത്തൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പറയേണ്ടത്. പക്ഷെ എന്താ ചെയ്തത്? 1.25 മണിക്കൂർ നീണ്ടു നിന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ് കോൺഫറൻസ് കണ്ടു തീർക്കാൻ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ക്ഷമയുണ്ടായില്ല. അതിനു മുമ്പ് നോട്ടീസ് അയച്ചു. കാരണം അറിയാം ഈ കള്ളത്തരം മുഴുവൻ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയാം. അതുകൊണ്ടാണല്ലോ ആ വോട്ട്, ആ അഭിമുഖം അല്ലെങ്കിൽ ആ പത്രസമ്മേളനം മുഴുവൻ പറഞ്ഞതിന് ശേഷം ഇയാൾ എന്തൊക്കെയാണ് പറയുന്നത്, ഇതിനകത്ത് എന്തൊക്കെയാണ് സത്യം എന്ന് ചിന്തിക്കാൻ പോലും നിൽക്കാതെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്നത്തെ ആ പത്രസമ്മേളനത്തിന് ശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന മറുപടി എന്താ? ക്രമക്കേട് ഉന്നയിച്ച സംഭവം ഗൗരവതരമാണ്, ഞങ്ങൾ ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തും, കുറ്റക്കാരുണ്ടെങ്കിൽ നടപടിയെടുക്കും. ഇതല്ലേ ഒരു ഭരണഘടനാ സ്ഥാപനം പറയേണ്ടത് ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാക്കാൻ? പകരം എന്താ ചെയ്തത്? ആ ആരോപണം ഉന്നയിക്കുന്ന ആളെ അപകീർത്തിപ്പെടുത്താനും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പോലെ അയാളോട് മാപ്പ് ചോദിക്കാനുമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിന്നത്. ഇപ്പോ ഇവര് ചോദിക്കുന്നുണ്ടല്ലോ, ശ്രീ പത്മനാഭൻ ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് പഠിച്ചില്ല? ഞങ്ങൾ ചോദിച്ചതേ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് തരൂ, ഞങ്ങൾ പഠിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു. എന്നിട്ട് കൊടുക്കാനുകൊണ്ടാണ് 6 മാസം എടുത്ത് പഠിപ്പിക്കേണ്ടത്. അങ്ങ് വലിയ കാര്യത്തിലല്ല, മലയാളം, ഹിന്ദിയോ ഇംഗ്ലീഷോ ഏതെങ്കിലും ഒരു ഭാഷ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അദ്ദേഹം പറഞ്ഞത് എന്താ? 8 നിയോജക മണ്ഡലങ്ങൾ ഉള്ള ബാംഗ്ലൂർ സെൻട്രലിൽ 7 നിയോജക മണ്ഡലങ്ങളും കൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 82,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. അങ്ങനെ 7 നിയോജക മണ്ഡലവും എണ്ണിക്കഴിഞ്ഞ് 82,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന ഒരു റിസൾട്ടിനെ മഹാദേവപുര എന്ന് പറയുന്ന ഒറ്റ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 1.25 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം അസ്വാഭാവികമാം രീതിയിൽ BJPക്ക് ലഭിക്കുകയും 32,000 വോട്ടിന് BJP ജയിക്കുന്ന അന്തിമമായ കണക്ക് വരെ ചെയ്തു. ഇത് മനസ്സിലാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ BJPക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ, നടക്കൂലല്ലോ. അപ്പൊ പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് അഭിലാഷേ. ഇപ്പോ ഈ 7-ാം തീയതി 6 മാസം ലഭിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അത് പറഞ്ഞത്. 7-ാം തീയതി ആരോപണം ഉന്നയിച്ചതിന് ശേഷം ഇന്ന് വയനാട് ലോക്സഭയിലെ 3 നിയോജക മണ്ഡലങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഇത്ര വോട്ടർമാർ, വ്യാജ വോട്ടർമാർ ഇത്ര ഉണ്ടെന്ന് പറയാൻ വേണ്ടി അനുരാഗ് ഠാക്കൂറിന് എവിടെ നിന്നാണ് ഡാറ്റ കിട്ടിയത്? രാഹുൽ ഗാന്ധിക്ക് ലഭിക്കാത്ത ഈ ഡാറ്റ അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി എങ്ങനെയാണ് BJPക്കും അനുരാഗ് ഠാക്കൂറിനും ദിവസങ്ങൾക്കുള്ളിൽ ലഭിച്ചത്? അതൊന്ന് അന്വേഷിക്കേണ്ടതല്ലേ? രാഹുൽ ഗാന്ധി പല പ്രാവശ്യം കത്തെഴുതിയിട്ടും പല പ്രാവശ്യം പറഞ്ഞിട്ടും പൊതുസമൂഹം പറഞ്ഞിട്ടും കൊടുക്കാത്ത ഈ പറയുന്ന സോഫ്റ്റ് കോപ്പി 3-4 ദിവസങ്ങൾക്കുള്ളിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ അനുരാഗ് ഠാക്കൂറിന് എവിടെ നിന്ന് കിട്ടി? അതോ ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ലക്ഷക്കണക്കിന് വരുന്ന പേപ്പറുകൾ ഈ 7 ദിവസം കൊണ്ട് പഠിച്ചിട്ടുണ്ടാക്കിയാണോ? അല്ലല്ലോ. അപ്പോ ഇതാണ് പറയുന്നത്,
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് BJPക്ക് അനുകൂലമായ രീതിയിൽ പറയുന്നു. ഒന്നുകൂടി പറഞ്ഞു നിർത്താം. നോക്കൂ, ബീഹാറിൽ SIR-നെ കുറിച്ച് പറഞ്ഞു. എന്താ ആരോപണം? അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അവിടെ പല വിധത്തിലുള്ള ബന്ധനങ്ങൾ കൊണ്ടുവരുന്നു. തൃശ്ശൂരും മറ്റു സ്ഥലത്തും വരുമ്പോൾ എന്താ, 2 ദിവസം കൊണ്ടൊരു പോസ്റ്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാം. ഈ രാജ്യത്തിന് മുഴുവൻ നടക്കേണ്ട ഒരു പ്രക്രിയയിൽ ഒരു പൊതുമാനദണ്ഡമുണ്ടല്ലോ. ആ പൊതുമാനദണ്ഡങ്ങളെ പോലും അട്ടിമറിച്ച് BJPക്ക് സഹായകമാവുന്ന രീതിയിൽ ചേർക്കാനും ഒഴിവാക്കാനും കഴിയുന്ന രീതിയിൽ അമ്പയർ തന്നെ ഇതിനകത്ത് അഴിമതി കാണിക്കുന്നു എന്നുള്ള ഒരു സന്ദിഗ്ധ ഘട്ടത്തിലാണ് ഈ രാജ്യം നിൽക്കുന്നത്. അവിടെയാണ് ഞങ്ങൾ ആരെ വിശ്വസിക്കണം എന്നുള്ള പ്രശ്നം ഉയരുന്നത്. ശരി, ഓക്കെ. ഇവിടെ ശ്രീ പത്മനാഭൻ, ഞാൻ നേരത്തെ നാട്ടികയുടെ കാര്യം പറഞ്ഞു, പൂങ്കുന്നത്തെ കാര്യം അറിയാലോ. അപ്പോൾ ഞാൻ ഇന്നലെ ഈ ചർച്ചയിൽ പറയായിരുന്നു, നിങ്ങളുടെ വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാസ്റ്ററുടെ പേര് ഞാൻ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മലപ്പുറം എന്നാണ്. ചർച്ചയ്ക്കൊക്കെ വിളിക്കാനുള്ള സൗകര്യം കൊണ്ട് അദ്ദേഹം ചർച്ചയ്ക്ക് വരുന്നത് മലപ്പുറം സ്റ്റുഡിയോയിലാണ്. പക്ഷേ വോട്ട് ചെയ്തിരിക്കുന്നത് തൃശ്ശൂരാണ്. സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം വോട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം വോട്ട് ചേർത്ത അതേ അഡ്രസ്സിലാണ് ഉമാ മണികണ്ഠൻ എന്ന നിങ്ങളുടെ കഴിഞ്ഞ തവണ തൃത്താലയിലെ നാഗരശ്ശേരിയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തിയും വോട്ട് ചേർത്തിരിക്കുന്നത്. അതേ അഡ്രസ്സിൽ തന്നെ, അതായത് നിങ്ങളുടെ അവിടുത്തെ കൗൺസിലർ ആതിരയുടെ അഡ്രസ്സിൽ തന്നെ വേറെയും 4-5 പേര് വോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകന്റെ വീട്ടിൽ ഇത്ര വോട്ടുകൾ ചേർക്കുക എന്നുള്ള നിലയിൽ ടാർഗറ്റ് ചെയ്തിട്ടാണോ തൃശ്ശൂരിൽ ഈ വോട്ട് മുഴുവൻ ചേർത്തത്? അഭിലാഷേ, കോൺഗ്രസ്സുകാർ കേസ് കൊടുക്കൂല. അതിൻ്റെ കാരണം എന്താ അറിയാം? ഞാൻ വായിച്ചു തരാം. ബോംബെ ഹൈക്കോടതി വിധി അഭിലാഷിന് ഓർമ്മയുണ്ടാവും. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിലുള്ളതിനേക്കാൾ 40 ലക്ഷം വോട്ട് പോളായി എന്നാണ് പറഞ്ഞത്. വോട്ടർ പട്ടികയിലുള്ളതിനേക്കാൾ, എന്തൊക്കെ ഡയലോഗ് അവിടെ, എന്തൊക്കെ പേടിപ്പിക്കല. വോട്ടർ പട്ടികയിൽ ഇല്ലാത്തതിനേക്കാൾ 40 ലക്ഷം വോട്ട് പോളായിന്ന്. ഇതാ കേട്ടോ. ദി ബോംബെ ഹൈക്കോർട്ട് ഓൺ വെനസ്ഡേ June 25, 2025 dismissed a writ petition challenging the validity of the 2024 Maharashtra Assembly elections, describing the case as a gross abuse of the process of law. ആ വാക്കിന്റെ അർത്ഥം എന്താ അറിയോ? നീതി നിർവഹണ സംവിധാനത്തെ തകരാറിലാക്കുന്ന ഒരു പരിപാടിയാണ്, അതിന്റെ ദുരുപയോഗമാണ് ഈ കേസ്. A division bench of Justice J.S. Kulkarni and Justice Arif Doctor held that the petition filed by Mumbai resident Chetan Chandrakant Ahir, ആരാ ഒരു കോൺഗ്രസ്സുകാരനാ, lacked legal merit, substance and local standing. ഇവർ കേസ് കൊടുത്തിട്ടില്ല. ഒരു കോൺഗ്രസ് അനുഭാവിനെ കൊണ്ട് കൊടുത്ത കേസ് ബോംബെ ഹൈക്കോടതി എടുത്ത് ദൂരെ എറിഞ്ഞു. അറിയോ, 288 സീറ്റാ മഹാരാഷ്ട്ര അസംബ്ലിയിൽ, 235 സീറ്റാ ഞങ്ങൾക്ക്, 53-52 സീറ്റാ ഇവർക്ക്. ഞങ്ങൾ തോറ്റ 53-52 സീറ്റിൽ തോറ്റുപോയ ഒരു BJPക്കാരനും ഒരു ഷിൻഡെ ശിവസേനക്കാരനും കേസ് കൊടുത്തിട്ടുണ്ട്. അതാ തെരഞ്ഞെടുപ്പ് ഹർജി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവർ ഫയൽ ചെയ്തിട്ടില്ല. ഏത് 53 ചുരുങ്ങിപ്പോയ ഇവർ കേസ് കൊടുത്തില്ല. പക്ഷെ 235 കിട്ടിയ ഞങ്ങൾ അത് പോരാ, 2 പേരെ തോൽപ്പിച്ചത് നിയമവിരുദ്ധമായ നടപടിയിലൂടെയാണെന്ന് പറഞ്ഞ ഒരു BJPക്കാരനും ഒരു ഷിൻഡെ ശിവസേനക്കാരനും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇവർ കൊടുത്തിട്ടില്ല. ഇവരൊരു കോൺഗ്രസ് അനുഭാവിയെ കൊണ്ട് മൊത്തം തെരഞ്ഞെടുപ്പ് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു കൊടുത്തു, തൂക്കിയെടുത്ത് എറിയുകയും ചെയ്തു. ഇതാണ് അവസ്ഥ. ഈ കേനൽ ചർച്ചയിൽ വന്നിട്ട് അങ്ങനെ അവിടെ ഉണ്ട്, ഇവിടെ അങ്ങനെ ഉണ്ട്, എനിക്ക് തൃശ്ശൂർ വോട്ടറാവാം, പക്ഷേ മണ്ഡലത്തിലെ 137 ബൂത്തിലെ നിൽക്കട്ടെ ഒന്ന് പറയട്ടെ. ആവേശം കൊണ്ടിട്ട് കാര്യമല്ല, ഇതൊന്നും ആവേശം കൊണ്ടിട്ട് കാര്യമല്ല. ഈ 137 നമ്പർ ബൂത്തിലെ വോട്ട് എനിക്ക് നിലനിൽക്കെ തന്നെ അവിടെ വോട്ടറാവും. 2 ദിക്ക് ചെയ്യരുത്. ഇവിടെ എൻ്റെ വോട്ട് വെട്ടേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിത്തമാണ്. ഞാൻ എന്തെങ്കിലും കാരണവശാൽ അവിടെ പോയി 1 കൊല്ലം താമസിച്ചാൽ എനിക്ക് അവരെ 6 മാസം താമസിച്ചാൽ വോട്ടറാവാം. ഇത് വെട്ടിയിട്ട് ഇവിടെ വന്ന് ചെയ്യരുത്. അവിടെ ചെയ്യാം, ഇവിടെ വന്ന് ചെയ്യരുത്. ഇതല്ല നിയമമെങ്കിൽ അതാ പറയുന്നത്. ഇവിടെ ഇപ്പൊ ഈ നാട്ടികയിൽ 79 പേരെ വോട്ട് ചേർത്തല്ലോ, അതൊക്കെ ഞങ്ങൾ പോയിട്ട് 6 ദിവസം പോലും നാട്ടുകാർ അവരെ തെളിയിച്ചോളാം. നാട്ടുകാർ കണ്ടിട്ടേ ഇല്ലാത്ത ആളുകളാണ് നാട്ടുകയിൽ. ഒരു കൊല്ലം താമസിച്ചു ഞങ്ങൾ തെളിയിച്ചോളാം. പൂങ്കുന്നത്തെ കാര്യം അറിയാലോ, തെളിയിച്ചോളാം. പൂങ്കുന്നത്തെ കാര്യം അറിയാലോ. സുരേഷ് ഗോപി ആ ഫ്ലാറ്റിന്റെ ഡ്രൈവർ ആ ഫ്ലാറ്റിന്റെ അടുത്തുള്ള വഴി കൂടെ പോലും പോയിട്ടില്ല. എന്നിട്ട് അവിടെ ഒരു ഫ്ലാറ്റിന്റെ പേരിലാണ് ഒരു കൊല്ലം
ഒരു കൊല്ലം താമസം എന്തിന് 6 മാസം, 1 കൊല്ലം താമസവും ഞങ്ങൾ തെളിയിച്ചോളാം. വേണ്ട, അപ്പൊ 2 കൊല്ലം ആയിക്കോ. മൊബൈൽ കോൾ റെക്കോർഡ് പലതും ഇല്ലേ, അതാണ് ബിജെപിയെ സംബന്ധിച്ച് എന്ത് പറ്റും, എന്ത് തെളിയിക്കാൻ പറ്റും. 1 കൊല്ലമല്ല 2 കൊല്ലം താമസിച്ചും തെളിയിക്കാൻ പറ്റും. ശാസ്ത്രീയ തെളിവുകളില്ലേ, CCTV ഇല്ലേ, മൊബൈൽ കോൾ റെക്കോർഡില്ലേ, മൊബൈൽ കോൾ റെക്കോർഡില്ലേ, ശാസ്ത്രീയ തെളിവുകളില്ലേ, മൊബൈൽ കോൾ റെക്കോർഡില്ലേ, എന്തൊക്കെ ഉണ്ട് സയന്റിഫിക് എവിഡൻസ്. ഞങ്ങൾ പ്രൂവ് ചെയ്താ 1 കൊല്ലം താമസിച്ചു, ഞങ്ങൾ പ്രൂവ് ചെയ്തില്ല. നിങ്ങൾ ചാലഞ്ച് ചെയ്യുന്നു. എന്തൊരു കഷ്ടമാണിത്. ചാലഞ്ച് ചെയ്യൂ. എത്ര ദിവസമായി തെളിവുകളൊക്കെ നിൽക്കല്ലേ, ആരെവിടെ ചാലഞ്ച് ചെയ്യാനാണ് എന്നുള്ളതാണ് പ്രശ്നം. ഇനിയിപ്പോ ചാലഞ്ച് ചെയ്തിട്ട് എന്ത് കാര്യം എന്നുള്ളതും പ്രശ്നമാണ്. ഞാനിപ്പോ സുരേന്ദ്രൻ പറഞ്ഞത് ആവർത്തിക്കുന്നില്ല. നിങ്ങൾക്ക് ഇതൊന്നും ആവൂലെങ്കിൽ ഞാൻ സുരേന്ദ്രൻ പറഞ്ഞത് ആവർത്തിക്കുന്നില്ല. ശരി, നിങ്ങൾക്ക് ഇതൊന്നും ആവില്ലെങ്കിൽ തൂങ്ങിച്ചത്തൂടെ എന്നാണ് അദ്ദേഹം ആവർത്തിക്കാത്ത വാചകം. ഒരു പണിയെടുത്തു. ശ്രീ വസീഫ്, ഇതിപ്പോ നോക്കൂ, ഒരു തൃശ്ശൂരിൽ നടന്നെങ്കിൽ പലയിടത്തും നടക്കും. ABCDEFG എന്നൊക്കെയുള്ള അഡ്രസ്സിലുള്ള ആളുകളൊക്കെ വന്ന് വോട്ട് ചെയ്ത് പോവും. അപ്പോ അങ്ങനെ അങ്ങ് നടന്നോട്ടെ, പിന്നെ കോടതിയിൽ പോവാം എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ സഹായന ധർണ നടത്തുക എന്നുള്ളതും ആയിരിക്കില്ല പരിഹാരം. അല്ല, അങ്ങനെ കോടതിയെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു തീരുമാനമാകും എന്നൊന്നുമല്ല ഞങ്ങൾ കരുതുന്നത്. ഇതിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഇടപെടലുകളും ഞങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നേരത്തെ ഇദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇപ്പോൾ ഗുജറാത്തിൽ നിന്നൊക്കെ ആളെ കൊണ്ടുവരാനാണ് സാധ്യത. ഗുജറാത്തിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ഒക്കെ ആളെ കൊണ്ടുവന്നാൽ ഇവർക്ക് ജയിക്കാൻ പറ്റുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അവരൊക്കെ ഈ കേരളത്തിലെത്തിയാൽ ഗുജറാത്തിനേക്കാളും ഉത്തർപ്രദേശിനേക്കാളും ഒക്കെ മികച്ച സംസ്ഥാനമാണ് കേരളം, ഇത് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് എന്ന് കണ്ട് BJPക്ക് വോട്ട് ചെയ്യില്ല. അങ്ങനെ ആളെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇവർക്ക് വോട്ട് ചെയ്യാൻ പറ്റും എന്നവർ പ്രതീക്ഷിക്കേണ്ട. പക്ഷെ കേരളത്തിലുള്ള കുറച്ച് ആളുകളെ, ഈ BJPയുടെ സംഘപരിവാരത്തിന്റെ കുറച്ച് ആളുകളെല്ലാം കൂടി കൂട്ടിക്കൊണ്ടുവന്ന് ഒരിടത്ത് വെച്ച് ഇവരിപ്പോൾ വോട്ട് ചെയ്യിപ്പിച്ചു, തൃശ്ശൂരിൽ ജയിപ്പിച്ചു എന്നുള്ളതാണ് അപ്പോൾ കാണുന്നത്. അത് തീർത്തും തെറ്റായ മാർഗമാണ്. തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷന് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്, നിയമപരമായിട്ടുള്ള ചുമതല വഹിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ അവിശ്വസിക്കും. അതാ പുറത്തു വരുന്ന തെളിവുകളെല്ലാം കാണിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അങ്ങ് തകരാറിലായിക്കോട്ടെ എന്നുള്ളത് അവരുടെ ലക്ഷ്യം. അവർക്ക് ഭരണഘടന പ്രശ്നമല്ല, അവർക്ക് കോടതി പ്രശ്നമല്ല, അവർക്ക് ആരെ കാണേണ്ടതില്ല കേട്ടോ. കാരണം SIRമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം, ആളുകൾ അവരവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിലാണ് വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് SIRൽ ഇപ്പോൾ ബീഹാറിൽ നടക്കുന്നു, ബംഗാളിൽ അടുത്ത് നടക്കും. കേരളത്തിൽ ഏതാണ്ട് 30 ലക്ഷത്തോളം അതിഥി തൊഴിലാളികളുണ്ട്. അവരൊക്കെ ഇവിടെയാണ് ആ മാനദണ്ഡം അനുസരിച്ചാണെങ്കിൽ വോട്ട് ചെയ്യാൻ പോകുന്നത്. അതാ ഞാൻ പറഞ്ഞത് അവരും കേരളത്തിലെ ഗവൺമെന്റിനായിരിക്കും പിന്തുണ കൊടുക്കുക. BJPക്ക് വോട്ട് ചെയ്യും അവര്. കാരണം ഈ കേരളത്തിൽ നിന്ന് ജോലിയെടുത്ത് കേരളത്തിന്റെ എല്ലാ സംവിധാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയവർ BJPക്ക് വോട്ട് ചെയ്യില്ല. അല്ലാതെ എന്തെങ്കിലും കൊണ്ടുവരണം. ഇപ്പോൾ നമ്മൾ ഇതെല്ലാം സംശയിക്കേണ്ട ഘട്ടത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഒട്ടും സുതാര്യമല്ല ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനം എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുക. എങ്ങനെയാണ് ഈ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയിൽ നമ്മൾ ഭാഗമാകുക? ആളുകൾക്ക് വലിയ സംശയം ഉണ്ടാവില്ലേ? ആ സംശയം ദൂരീകരിക്കാനുള്ള ഉത്തരവാദിത്വം BJPക്ക് ഇല്ലേ? കാരണം അവരല്ലേ രാജ്യം ഭരിക്കുന്നത്. ഈ രാജ്യത്ത് ഇവരുടെ കീഴിൽ എന്തിനാണ് വിശ്വാസ്യത ഉണ്ടാവുക? എന്തൊരു പുച്ഛത്തോടു കൂടിയാ കോടതി അദ്ദേഹം അങ്ങ് ഉറപ്പിച്ചു വെക്കുക, കോടതി ഞങ്ങൾക്ക് പുല്ലാണെന്നാ ഇദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം അല്ലേ? അതല്ലേ ആളുകൾ വായിക്കേണ്ടത്? അങ്ങനെ എന്തും വിളിച്ചു പറയാനും എന്ത് ധാർഷ്ട്യത്തോടു കൂടി ഇടപെടുന്ന ആളുകളുമാണ് BJPയുടേത്. ഇവരെ ഈ കേരളം മനസ്സിലാക്കണം. ഇവരെന്ത് മാർഗേനയും ഏത് സീറ്റിൽ എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഇവരിടപെടും. അതാ BJP. അതുകൊണ്ട് ഇതിനെതിരെയെല്ലാം വലിയ പ്രതിഷേധവും പ്രതികരണവും ഉയർന്നു വരും. ജാഗ്രതയോടുകൂടി കേരളം കാവൽ നിൽക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തുടർച്ചയായ പോരാട്ടം സംഘപരിവാരത്തിന്റെ എല്ലാ തോന്നിവാസങ്ങൾക്കെതിരെയും ഞങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. അതിൽ നിയമപരമായി നടത്തേണ്ടത് നിയമപരമായിട്ടും അല്ലാതെ നടത്തേണ്ടത് അങ്ങനെയും നടത്തും. അപ്പൊ ഇവിടെ കേരളത്തിൽ വലിയ രീതിയിലേക്ക് കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് ഇവിടെ അവർക്ക് ബോധപൂർവമായ തരത്തിൽ ഒരു വലിയ ഇടപെടൽ നടത്താനൊക്കെയുള്ള ശ്രമം നടത്തുന്നത്, അതൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ട പണി ഇലക്ഷൻ കമ്മീഷൻ തന്നെ ചെയ്യണം. അങ്ങനെ ഇലക്ഷൻ കമ്മീഷനെ കൊണ്ട് ആ പണി എടുപ്പിക്കാൻ ആവശ്യമായ ഇടപെടൽ കൂടി കേരളത്തിലെ ഇടതുപക്ഷവും അതിന് നേതൃത്വം കൊടുക്കുന്നവർ ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരി, ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചർച്ചയിലേക്ക് ശ്രീ രാജു പി നായർ,
സുപ്രധാനമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ്. ബീഹാറിൽ SIR നടക്കുന്നു. SIR അനുസരിച്ച് മരിച്ചുപോയ 2 പേരെ യോഗേന്ദ്ര യാദവ് ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയത് നമ്മൾ കണ്ടതാണ്. SIR അനുസരിച്ച് 124 വയസ്സുള്ള ഒരാളുണ്ടായി. ശരിക്കുള്ള വയസ്സ് 35 അത് വേറെ വിഷയം. പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അതുപോലെ തന്നെ ആസാമിലും തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നു. കഴിഞ്ഞു പോയ തെരഞ്ഞെടുപ്പുകൾ എന്നുള്ളതല്ല, ഇനി നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ അവിടെ എന്ത് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഒരു ഡെമോൺസ്ട്രേഷൻ നടത്തുന്നു എന്നുള്ളതിനപ്പുറത്ത് നീതിപൂർവകമായി എല്ലാവർക്കും ലെവൽ പ്ലേയിങ് ഫീൽഡ് ഒരുക്കുന്ന തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എങ്ങനെ സാധ്യമാക്കും എന്നുള്ളതാണ്. ഒരിക്കലും സാധ്യമാവില്ല. ഇപ്പോൾ 2 പേരെ യോഗേന്ദ്ര യാദവ് ഹാജരാക്കിയ മാത്രമല്ല, ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ മരണപ്പെട്ടു പോയ കുറേ പേരായിട്ട് ചായ കുടിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇന്ന് പുറത്ത് വെച്ചത്. ബീഹാറിൽ മരണപ്പെട്ടു പോയവരാണ്, അവരുമായിട്ടാണ് ചായ കുടിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള നല്ല അവസരങ്ങളും ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കി തരുന്നുണ്ട്. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചോളം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ഈ ഭരണകൂടമോ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണെന്ന് ഞങ്ങൾക്കൊരു വിലയിരുത്തില്ല. അതിനകത്ത് എല്ലാം ഇൻക്ലൂഡാണ്. ഈ ജന്മഭൂമി വിഷയത്തിൽ വിധി വന്നപ്പോൾ ദൈവത്തിൻ്റെ വിളയുണ്ടായിട്ട് ഓർഡർ എഴുതിയെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അത്രമാത്രം ഈ രാജ്യം പിറകോട്ട് നടന്നു എന്നുള്ളതാണ്. ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വെട്ടിമുറിച്ച ഏറ്റവും വലിയൊരു വിഷയത്തിൽ ഒരു സമൂഹത്തിന് നീതിപൂർവമായ ഒരു ജഡ്ജ്മെൻറ്റ് കൊടുക്കേണ്ടടുത്ത് ദൈവത്തിൻ്റെ വില എന്ന് വെച്ചാൽ അവരെ അപമാനിച്ചു എന്ന് മാത്രമല്ല, എന്നിട്ട് അവസാനം അവരെ എന്താ പറയുക ഒരു അവരുടെ മുറിവിൽ മുളക് തേക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ആ ചീഫ് ജസ്റ്റിസിൻ്റെ, ഇല്ലേ? അതേപോലെ തന്നെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ചൈന വിഷയത്തിൽ എല്ലാ വിഷയങ്ങളും പുറത്തു നിൽക്കുമ്പോൾ അത് ഉന്നയിക്കുന്ന ആളുടെ ഭാരതീയതയെ ചോദ്യം ചെയ്യുകയാണ്. ഒരു കേസ് നമ്മൾ കണ്ടാണല്ലോ അവസാനം സുപ്രീം കോടതി ഇത് ചെയ്ത് കളഞ്ഞത്, രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ വിധി. അപ്പോൾ നിഷ്പക്ഷമല്ലാത്ത ഒരു ഭരണകൂടത്തോടാണ് പോരാടുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. പക്ഷെ ഞങ്ങൾ അതിൽ നിരാശരല്ല. ഞങ്ങൾ പോരാടാൻ ഉറച്ചു തന്നെയാണ്. ഞങ്ങൾ തിരഞ്ഞെടുപ്പുകൾ തോൽക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, പക്ഷെ അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അതിന് ഒരേ ഒരു മാർഗമേ ഇനിയുള്ളത് ജനങ്ങൾ അവബോധരായി ജനങ്ങൾ അതിനകത്ത് പ്രതികരിക്കുക എന്നുള്ളതാണ്. ജനങ്ങൾ അതിനകത്ത് ക്രിയാത്മകമായി ഇടപെടുക എന്നുള്ളതാണ്. ജനങ്ങൾക്ക് ഇന്ന് അത് വന്നിരിക്കുന്നു. ജനങ്ങൾ ഇന്ന് അവരവരുടെ വോട്ട് ഉണ്ടോ എന്ന് നോക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ തങ്ങളുടെ വീട്ടിൽ അനധികൃതമായ വോട്ടുകൾ ഈ BJP-ക്കാർ ചേർത്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്ന രീതിയിൽ തങ്ങളുടെ ഒഴിവാക്കപ്പെടുന്നതിനെതിരെ പോരാടാൻ വേണ്ടി എല്ലാം ജനങ്ങളെ ആയുധം ശേഖരിക്കുന്നു. ആയുധം എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റതല്ല, പക്ഷേ ജനാധിപത്യപരമായ ആയുധങ്ങൾ ശേഖരിക്കുന്ന രീതിയിലേക്ക് അവരുടെ മനസ്സാക്ഷിയെ ഉണർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ മാത്രമേ ഇവരെ നേരിടാൻ കഴിയുള്ളൂ. ഈ ഗവൺമെൻറ്, ഈ പറയുന്ന സർക്കാർ ഒരു വ്യാജ സർക്കാരാണെന്നത് തെളിയിക്കപ്പെട്ടു ജനങ്ങളുടെ മുമ്പിൽ. അതാണല്ലോ കണക്കുകളില്ല. അല്ലെങ്കിൽ ഈ സർക്കാർ അവരുടെ ക്രെഡിബിലിറ്റിയുടെ വിശ്വാസമല്ലേ? ജനങ്ങളുടെ മുമ്പിൽ തെറ്റായ ഒരു പ്രവണതയിലൂടെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചു വന്ന ഒരു ഭരണകൂടമാണെന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇല്ല, ഞങ്ങൾ ലെജിറ്റിമേറ്റ് സർക്കാരാണ് എന്ന് പറയേണ്ടതും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ പാർട്ടി തന്നെ, ഭരിക്കുന്ന പാർട്ടി എന്ന് പറയുമല്ലോ, ജനങ്ങളുടെ ആശങ്കകൾ, സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണം. ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഈ രാജ്യം ഇന്നും ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശ്രീകോവിലായി നിലനിൽക്കുന്നു ഈ ലോകത്തിന് മുന്നിൽ എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് പറയണ്ടേ? ചുരുങ്ങിയ പക്ഷം ശ്രീപത്മനാഭൻ പറയണ്ടേ, ആ വയനാട് ഞങ്ങൾ ഉന്നയിച്ച ആരോപണമുണ്ട്, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കട്ടെ എന്ന് പറയണ്ടേ? കൊണ്ടുപോയി ഒരു സത്യവാങ്മൂലം എഴുതി കൊടുക്കേണ്ടേ? ഇല്ലല്ലോ, ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ കൃത്യമായിട്ട് ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതും ഓരോ സ്ഥലത്തും ഓരോ രീതിയിൽ അത് ചെയ്യപ്പെടുന്നു എന്നുള്ളതും ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, പോസ്റ്റ് കാർഡ് വെച്ചുകൊണ്ട് വോട്ട് ഒരിടത്ത് ചേർക്കുമ്പോൾ ആധാർ രേഖ മുതൽ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് വെട്ടിക്കളയുന്ന മറുവശം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളെ അണിനിരത്തി ജനാധിപത്യപരമായ രീതിയിൽ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കരണീയമായ മാർഗ്ഗം. ശരി, ശ്രീ പത്മനാഭൻ നേരത്തെ പറഞ്ഞല്ലോ 2029-ലും 34-ലും ഒക്കെ ഞങ്ങൾ തൃശ്ശൂർ വോട്ട് ചേർക്കുന്നത്. തൃശ്ശൂർ മാത്രം വോട്ട് ചേർത്താൽ മതിയോ? അടുത്ത ഇലക്ഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് 2026-ൽ, അടുത്ത വർഷം നടക്കും. അപ്പം 140 മണ്ഡലമുണ്ട്. ഇപ്പോൾ എല്ലാ മണ്ഡലത്തിലും അങ്ങനെ പുറത്തുനിന്ന് വോട്ട് ചേർക്കാൻ പറ്റില്ല. മൊത്തം കേരളത്തിലെ വോട്ടുകളെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമാവുന്ന വോട്ടുകളെ സാധ്യതയുള്ളവരും 3-4 മണ്ഡലങ്ങളിൽ പരമാവധി ചേർക്കാം എന്നുള്ളതിനപ്പുറത്ത്. അതുകൊണ്ട് ഇപ്പം എന്താ കാര്യം? 4-5 മണ്ഡലത്തിൽ ജയിക്കുകയോ മികച്ച പ്രകടനം നടത്തുകയോ ചെയ്യാൻ കഴിഞ്ഞേക്കാം, അത്രയല്ലേ ഉള്ളൂ. അഭിലാഷ്, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടീനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പഠിപ്പിക്കുക അല്ലേ? അല്ല, ചോദിക്കുകയാണ്. വേണ്ട കേട്ടോ. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഈ മൊബൈൽ ഫോണിൻ്റെ അകത്ത് നിൽക്കട്ടെ, അറിഞ്ഞോട്ടെ. ഈ മൊബൈൽ ഫോണിൻ്റെ അകത്ത് 25-30 ഹിയറിംഗ് നോട്ടീസുകളുണ്ട്. ഞങ്ങൾ ചേർത്ത ഈ പ്രദേശത്തെ വോട്ടിൻ്റെ 25-30 ഇതാ ഈ മൊബൈലിലുണ്ട്. ഞങ്ങൾക്ക് ഈ പണിയൊക്കെ അറിയാം.
പിന്നെ ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുന്ന ലക്ഷണമുണ്ട്. സോണിയാഗാന്ധിക്ക് ചിലപ്പോൾ പണി വരും. ഇന്ത്യൻ പൗരയാവുന്നതിന് മുന്നേ വോട്ടർ പട്ടികയിൽ കയറിക്കൂടിയതിന് പണി ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. കരുതിയിരുന്നോട്ടെ. ഇത് BJP-യാണ്. ഞങ്ങൾ പൊയ്വടി വെക്കുന്ന പാർട്ടിയല്ല. 370 എടുത്ത് കുപ്പത്തൊട്ടിയിൽ എറിയെന്ന് പറഞ്ഞപ്പോൾ അത് എറിഞ്ഞോരാ. വഖഫ് നിയമം പാസ്സാക്കുമെന്ന് പറഞ്ഞപ്പോൾ പാസ്സാക്കിയോരാ. പിന്നെ ഈ രാജ്യത്ത് SIR കൊണ്ടുവരുന്ന ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ SIR കൊണ്ടുവരാൻ വന്നപ്പോൾ ഈ പ്രതിപക്ഷങ്ങൾ ഇത്രയൊക്കെ കാര്യം പറഞ്ഞിട്ട് ഇവർക്ക് തടയാൻ പറ്റിയിട്ടില്ല. അവർ പ്രതിപക്ഷം പറഞ്ഞത് ചെയ്യാൻ പറ്റാത്തവരും ഞങ്ങൾ പറയുന്നത് ചെയ്യുന്നവരുമാണ്. ഞങ്ങൾക്ക് അതിനുള്ള ശേഷിയുണ്ട്. എല്ലാവരും ചോദിച്ചു നിങ്ങളെങ്ങനെ CAA നടപ്പിലാക്കുകയെന്ന്. ഞങ്ങൾ നടപ്പിലാക്കിയില്ലേ? ഞങ്ങൾക്ക് പണി അറിയാം. ഞങ്ങളുണ്ടല്ലോ ഒരു കാര്യം വെറുതെ കോൺഗ്രസ്സുകാരെ പോലെ വായിട്ടടിച്ചിട്ട് ആ പരിപാടി ഇല്ല. സോണിയാഗാന്ധിക്ക് പണി കിട്ടാണ്ട സോണിയാഗാന്ധി നോയിക്കോട്ടെ. മുന്നേ വോട്ടർ പട്ടികയിൽ വയസ്സുകാലത്ത് കോടതി കയറേണ്ടി വരും. ഒന്ന് ചെയ്യും. ഒരു കോൺഗ്രസ് പോലും അഴിമതി കേസ് പിടിച്ചത് നിങ്ങളുടെ ഒന്ന് ചെയ്തു കാണിക്കും. 80 മുതൽ 45 വർഷമായല്ലോ. 80 മുതൽ 45 വർഷമായി. ഒന്ന് ചെയ്ത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഈ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി NCT ഓഫ് ഡൽഹി NCT ആയി എസ്റ്റാബ്ലിഷ് ചെയ്തത് ഫെബ്രുവരി 1, 1992-ാണ്. എന്തായാലും ഇന്നിപ്പോൾ അനുരാഗ് ഠാക്കൂറും അതുപോലെ തന്നെ അമിത് മാളവ്യയും ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ഈ രേഖയിൽ NCT എന്ന് കാണുന്നുണ്ട്. സോ എല്ലാം സംശയാസ്പദമാണ്. നോക്കാം, ഇതിന്റെയൊക്കെ സത്യസന്ധത പുറത്തു വരട്ടെ വരുന്ന ദിവസങ്ങളിൽ എന്ന് വിചാരിക്കാം. വളരെ നന്ദി 3 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.